നമസ്കാരം. സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 2, പുതിയ ഒരു അധ്യയന വർഷം ആരംഭിച്ച ദിവസം. ഒരുപാട് പ്രതീക്ഷകളോടെയാണ് നമ്മുടെ കുട്ടികളെ സ്കൂളുകളിലേക്കും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും ഇന്ന് നമ്മൾ പറഞ്ഞയച്ചത്. ഇനി അവരുടെ സമയത്തിൻ്റെ ഏറിയ പങ്കും ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവർ ചെലവഴിക്കുമ്പോൾ ഒരുപാട് മാതാപിതാക്കളുടെ മനസ്സിൽ ചെറുതല്ലാത്ത ഒരു ആശങ്ക അവരുടെ സുരക്ഷിതത്വത്തെക്കുറിച്ചുണ്ട്. അതിന് പ്രധാന കാരണം നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടുത്തിടെയായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന റാഗിംഗ് കേസുകളുടെ എണ്ണത്തിലുണ്ടായ വലിയ വർധനവാണ്. ഈ പശ്ചാത്തലത്തിൽ റാഗിങ്ങുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ച് നമുക്ക് കൃത്യമായ അറിവുണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ വിഷയത്തെക്കുറിച്ച് പ്രേക്ഷകരോട് ആധികാരികമായി സംസാരിക്കുന്നതിന് വേണ്ടി സാമൂഹ്യ പാഠത്തിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ആൻറ്റി റാഗിംഗ് കമ്മിറ്റിയുടെ അംഗവും റാഗിങ്ങുമായി ബന്ധപ്പെട്ട സേഫ് ഗാർഡ്സിനെ കുറിച്ചുള്ള പുസ്തകത്തിൻ്റെ രചയിതാവും ആൻറ്റി റാഗിംഗ് ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട് കേരള ഗവൺമെൻറ് രൂപീകരിച്ചിരിക്കുന്ന മൾട്ടി ഡിസിപ്ലിനറി വർക്കിംഗ് ഫോഴ്സിൻ്റെയും വർക്കിംഗ് ഗ്രൂപ്പിൻ്റെയും അതുപോലെ തന്നെ ലോ റിഫോംസ് കമ്മിറ്റിയുടെയും ഭാഗമായ അഡ്വക്കേറ്റ് വൈ വിനോദ് കുമാർ. നമസ്കാരം സർ, സാമൂഹ്യ പാഠത്തിലേക്ക്. നമസ്കാരം. ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, പ്രത്യേകിച്ചും ഇന്ന് അധ്യയന വർഷം ആരംഭിച്ചിരിക്കുന്ന ഇന്ന ദിവസം നമ്മൾ കുട്ടികളെ സ്കൂളിലേക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമൊക്കെ അയച്ചിരിക്കുമ്പോൾ ഒരു സമൂഹം എന്ന നിലയിൽ നമ്മെ വളരെയധികം ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന റാഗിംഗ് കേസുകൾ. അതുപോലെ ആ റാഗിങ്ങളിൽ തീർച്ചയായിട്ടും ഒരു മനുഷ്യത്വരഹിതമായ സമീപനം നമ്മുടെ പുതിയ തലമുറയിൽ നിന്നുണ്ടാകേണ്ടത്. ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് റാഗിംഗ് എന്ന് പറയുന്നത് എന്താണ്, അതെങ്ങനെ ഒരു ക്രിമിനൽ കുറ്റമാകുന്നു, അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് റാഗിങ്ങിനെ പറ്റി ചർച്ച ചെയ്യുന്നത് അത്രമാത്രം പ്രസക്തമാകുന്നത്? വളരെ കാലിക പ്രസക്തിയുള്ള ഒരു ചോദ്യമാണ് താങ്കൾ ചോദിച്ചിരിക്കുന്നത്. റാഗിംഗ് ഒരു ക്രിമിനൽ കുറ്റമാകുന്നത് എന്ന് പറയുന്നത് അത് പരമ്പരാഗതമായി നമ്മൾ ശാസ്ത്രീയമായി നിയമത്തിൻ്റെ ദൃഷ്ടിയോടെ നോക്കുമ്പോൾ നത്തിങ് ഈസ് എൻ ഒഫൻസ് അൺലെസ് ഇറ്റ് ഈസ് അക്കമ്പനീഡ് ബൈ എ ഗിൽറ്റി മൈൻഡ്. ഒരു കുറ്റകൃത്യം ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു കൃത്യം പൂർത്തിയാക്കുമ്പോൾ മാത്രമേ അതൊരു ക്രൈം അഥവാ കുറ്റകൃത്യമായി മാറുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ റാഗിംഗ് എന്ന ഒഫൻസും ആ ഒരു ആക്റ്റും ഒരു കുറ്റകൃത്യമായി മാറുന്നത് അതിൽ ഗിൽറ്റി മൈൻഡ്, കുറ്റം ചെയ്യണമെന്നുള്ള ഒരു ഉദ്ദേശം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയാണ് അതൊരു കുറ്റകൃത്യമായി മാറുന്നത്. പക്ഷേ ഈ അടുത്ത കാലത്ത് നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലും മറ്റും നമ്മൾ നിറഞ്ഞു നിന്നിരുന്ന ഒരു കാര്യമാണ് വർദ്ധിച്ചു വരുന്ന റാഗിംഗ് സംഭവങ്ങളുടെ ഒരു ബാഹുല്യം. ആ ബാഹുല്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും ഒക്കെ അതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഫലപ്രദമായ ഇടപെടൽ നടത്തിക്കഴിഞ്ഞു. അത് സമൂഹം കാര്യമായി തന്നെ വളരെ ഗൗരവമായി ചർച്ച ചെയ്യുന്നതാണ്. കാരണം ഒരു വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ വേണ്ട ഒരു കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് തന്നെ കളങ്കം ചാർത്തുന്ന ഒരു കുറ്റകൃത്യമാണ് റാഗിംഗ് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു നിരോധിക്കാനുള്ള, ആ നിയമപ്രകാരം തന്നെ നിരോധിക്കാനുള്ള ഒരു ആക്ടിവിറ്റീസിലേക്ക് എല്ലാവരും കൂടി മുമ്പോട്ട് പോയിരിക്കുന്നത്. സർ, ഇപ്പോൾ നമ്മൾ സാധാരണ പറയുമ്പോൾ ഇപ്പോൾ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ആണെങ്കിൽ സീനിയേഴ്സ് ജൂനിയേഴ്സ് വരുമ്പം അവരുടെ ഒരു സഭാകമ്പം മാറ്റാൻ വേണ്ടി, പേടി മാറ്റാൻ വേണ്ടിയിട്ട്, അവരുമായിട്ടൊന്ന് പരിചയപ്പെടാനൊക്കെ വേണ്ടിയിട്ട് വളരെ തമാശ രൂപത്തിൽ ചെയ്യുന്ന ചില കാര്യങ്ങളിൽ നിന്നാണ് പലപ്പോഴും ഇതിൻ്റെ തുടക്കം. റാഗിംഗ് ഏത് തരം പ്രവൃത്തികളാണ് സർ ഈ പറഞ്ഞ പോലെ ഒരു ഗിൽറ്റി മൈൻഡുള്ള അത്രമാത്രം ഒരു കുറ്റകൃത്യം എന്ന ലെവലിലേക്ക് എപ്പോഴാണ് ഈ പ്രവൃത്തികൾ അങ്ങനെ ആവുന്നത്? അങ്ങനെ അല്ലാത്ത നിരുപദ്രവകരമായ പ്രവൃത്തികൾ എന്തൊക്കെയാണ്? വളരെ നല്ല ചോദ്യമാണ്. കാരണം നമുക്ക് ആധികാരികമായി ഇന്ത്യയിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള നിയമങ്ങളിലൊന്ന് UGC റെഗുലേഷൻ 2009 ആണ്. അതിൽ ഫ്രഷേഴ്സ് ഡേ എന്ന പേരിൽ ഒരു ദിനം ആചരിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അത് താങ്കളിപ്പോൾ ചോദിച്ച പോലെ തന്നെ അതിൽ ഫ്രഷേഴ്സ് ഡേ എന്ന് പറയുമ്പം ജൂനിയർ വിദ്യാർത്ഥികളും സീനിയർ വിദ്യാർത്ഥികളും ആരോഗ്യകരമായ ഒരു ഇൻട്രാക്ഷൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ റാഗിംഗ് എന്ന രീതിയിൽ പോകാനല്ല. മുമ്പ് ഒരുപക്ഷെ താങ്കൾ സൂചിപ്പിച്ച പോലെ തമാശ രൂപത്തിലുള്ളൊരു ഇൻട്രാക്ഷൻ എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും തമാശയായി ഫീൽ ചെയ്യണമെന്നില്ല. കാരണം ഓരോ വിദ്യാർത്ഥിയുടെയും ഓരോ മനുഷ്യൻ്റെയും മാനസിക നില അല്ലെങ്കിൽ മെൻ്റൽ കാലിബർ ഡിഫറൻ്റാണ്, വ്യത്യസ്തമാണ്. അപ്പോൾ ഒരാൾക്കൊരു തമാശയായി തോന്നുന്ന ഒരു കാര്യം, ഒരു പ്രവൃത്തി, ഒരു വസ്തുത, ഒരു വാക്ക്, ഒരു നോട്ടം, ഇതൊക്കെ മറ്റേയാൾക്ക് തമാശയായി തോന്നണമെന്നില്ല. അതുകൊണ്ട് ആ പരിചയപ്പെടലിന് ഹെൽത്തി അറ്റ്മോസ്ഫിയറിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് UGC റെഗുലേഷൻ ഒരു ഫ്രഷേഴ്സ് ഡേ. അവർക്ക് അവരുടെ ടാലൻറ്റുകൾ, കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. അതുകൊണ്ടാണ് ഫ്രഷേഴ്സ് ഡേ എന്ന് പറയുന്നത്. അവരെ ആരോഗ്യകരമായ ഒരു പരിചയപ്പെടൽ, അല്ലാതെ പരിചയപ്പെടലിൻ്റെ പേരിലുള്ള റാഗിംഗ് അത് തീർച്ചയായും കുറ്റകൃത്യം തന്നെയാണ്. കുറ്റകൃത്യത്തിൻ്റെ ഡെഫിനിഷൻ നോക്കിയാൽ ഒരു വിദ്യാർത്ഥിയെ ശാരീരികമായും മാനസികമായും വിപരീതമായി ബാധിക്കുന്ന ഏതൊരു പ്രവൃത്തിയും നോട്ടവും വാക്കും റാഗിങ്ങിൻ്റെ പരിധിയിൽ വരും.
ഒരുപാട് ഡെഫിനിഷൻ, ഒരു 10ഓളം ഡെഫിനിഷൻ നിർവചനങ്ങൾ UGC റെഗുലേഷൻ 2009 തരുന്നുണ്ട്. അതുകൂടാതെ കേരള പ്രൊഹിബിഷൻ ഓഫ് റാഗിംഗ് ആക്ടിലും 2 ഡെഫിനിഷൻ ഉണ്ട്. അതുപോലെ ഓരോ സംസ്ഥാനങ്ങളിലും അതുമായി ബന്ധപ്പെട്ട റാഗിംഗ് ആക്റ്റുകളുണ്ട്, അവരുടെ ഡെഫിനിഷൻസ് ഉണ്ട്. പക്ഷേ മൊത്തമായി നോക്കിയാൽ കോംപ്രിഹെൻസീവായ സമഗ്രമായ ഒരു നിർവചനം പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു വിദ്യാർത്ഥിയെ, വേണമെങ്കിൽ ജൂനിയർ വിദ്യാർത്ഥിയെ, ശാരീരികമായി മാനസികമായി വിപരീതമായി ബാധിക്കുന്ന ഏതൊരു പ്രവൃത്തിയും വാക്കും നോട്ടവും റാഗിംഗ് ആണ്. അപ്പോൾ നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ പരിചയപ്പെടാൻ വേണ്ടി ഒരു റാഗിംഗ്, ഒരു ഇൻസിഡൻറ്റ് എന്ന കാര്യത്തിൽ യാതൊരു പ്രസക്തിയുമില്ല. അതിനുവേണ്ടി ഹെൽത്തി അറ്റ്മോസ്ഫിയറിൽ തന്നെ പരിചയപ്പെടാനുള്ള ഒരു പ്രവൃത്തി, ഒരു സംവിധാനം സർക്കാർ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിലൂടെ ആവാം, അതായിരിക്കും ആരോഗ്യകരമായ ഒരു ബന്ധത്തിനും അവിടുത്തെ ഒരു അന്തരീക്ഷത്തിനും നല്ലത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വളരെ ലളിതമായി ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ ചെയ്യുന്നു എന്ന് പറഞ്ഞ പേരിൽ പോലും റാഗിങ്ങിന് യാതൊരു വിധത്തിലുള്ള നീതീകരണവും ഇല്ല എന്ന് നമ്മുടെ സമൂഹം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ സാർ പറയുമ്പോൾ നമ്മൾ കേരളത്തിലെ പല ഉദാഹരണങ്ങളും വെച്ച് ആലോചിക്കുമ്പോൾ ഒരുപാട് കുട്ടികളുടെയും അവരുടെ കുടുംബങ്ങളുടെ ജീവിതം തന്നെ തകർത്ത, നമ്മളിപ്പോൾ ക്രൂരമായ റാഗിങ് എന്നാണ് പലയിടങ്ങളിലും ഉപയോഗിച്ച് കണ്ടിട്ടുള്ളത്. സാർ ഇപ്പം ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കമ്മിറ്റികളിൽ പ്രവർത്തിക്കുന്നു, പ്രായോഗികമായ അനുഭവം ഒരുപാടുണ്ട്. ശരിക്കും ഇതിൻ്റെ പിന്നിലുള്ള ഒരു സാമൂഹികവും മാനസികവുമായിട്ടുള്ളൊരു സാഹചര്യം എന്താണ്? അത് വിദ്യാർത്ഥി സമൂഹം ഈ റാഗിങ്ങിന് വേറൊരു പ്രത്യേകത വെച്ചാൽ അഗ്രസീവ് പേഴ്സൺസ്, അതായത് കുറ്റം ചെയ്യുന്നവരും ആ കുറ്റം അനുഭവിക്കുന്നവരും ഒരേ വിഭാഗത്തിലുള്ള ആൾക്കാരാണ്, വിദ്യാർത്ഥികളാണ്. ഈ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം തന്നെയാണ്. ആ സമൂഹത്തിൽ ഏതൊക്കെ റിപ്പർക്കഷൻസ് ഉണ്ടാകുന്നോ അതൊക്കെ ഇവരിലും ബാധകമാണ്. അപ്പോൾ കുറ്റകൃത്യം ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി തന്നെയാണ്. പക്ഷേ അതിൽ കുറച്ചും കൂടി വ്യത്യസ്തമായി വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്നത് ചില വിദ്യാർത്ഥികളുടെ സാഡിസ്റ്റിക് പ്ലഷർ, ബാക്കിയുള്ളവരുടെ വേദന കണ്ട് സന്തോഷിക്കാനുള്ള ഒരു ട്രെൻഡ്, അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയാണ് ഇതിന് പ്രത്യേകിച്ചും കാരണമാകുന്നത്. അതവർ കൂട്ടമായിട്ട് വരുമ്പോൾ വളരെ ശക്തമാവുകയും ചെയ്യുന്നു. നല്ല ചോദ്യം. കൂട്ടമായിട്ട് വരുമ്പോൾ ശക്തമാവുന്നെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു 10 പേരടങ്ങുന്ന ഗ്രൂപ്പിൽ 2 പേർക്ക് മാത്രമേ റാഗിങ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശം ഉണ്ടാവുള്ളൂ. പക്ഷേ ബാക്കി 8 പേരും അതിൽ ഭാഗഭാക്കാവുന്ന സമയത്ത് ആ 8 പേരും ആ കുറ്റം ചെയ്തു. കാരണം ഗ്രൂപ്പായി വരുമ്പോൾ ഗ്രൂപ്പിൻ്റെ മെൻറ്റാലിറ്റിയാണ് വരുന്നത്. അപ്പോൾ ഡി ഇൻഡിവിജ്വേഷൻ തിയറി എന്ന സൈക്കോളജി തിയറി ഉണ്ട്. അപ്പോൾ ഡി ഇൻഡിവിജ്വേഷൻ തിയറി അനുസരിച്ചിട്ട് ഇൻഡിവിജ്വൽ മെൻറ്റാലിറ്റി അവിടെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ മെൻറ്റാലിറ്റി, ഗ്രൂപ്പിൻ്റെ കളക്റ്റീവായ മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് അത് റാഗിങ് ചെയ്യുക എന്നാണ്. ഒരുപക്ഷെ ആ വിദ്യാർത്ഥിക്ക് റാഗിങ് ചെയ്യണം, കുറ്റകൃത്യം ചെയ്യണമെന്നൊരു ഉദ്ദേശം ഉണ്ടായിരിക്കണമെന്നില്ല. എങ്കിലും ആ ഗ്രൂപ്പായിട്ട് വരുമ്പോൾ പിയർ പ്രഷർ, ആ പിയർ പ്രഷറിൻ്റെ, ആ സമൂഹത്തിൻ്റെ ആ ഒരു വിദ്യാർത്ഥി കൂട്ടത്തിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് റാഗിങ് ചെയ്യുന്നത്. അതനുഭവിക്കുന്ന പാവം മറ്റു വിദ്യാർത്ഥികൾ. ഇപ്പോൾ സാർ നേരത്തെ 2 നിയമങ്ങളെക്കുറിച്ച് പറഞ്ഞു. കേരളത്തിൽ നിലവിലുള്ള നിയമം, പല സംസ്ഥാനങ്ങളിൽ നിലവിലുള്ള നിയമം, അതുപോലെ തന്നെ ആൻറ്റി റാഗിംഗ് ആക്ട്. ശരിക്കും ഏതൊക്കെ നിയമങ്ങളുടെ പരിധിയിലാണ് റാഗിംഗ് വരുന്നത്? ഇപ്പോൾ നമ്മൾ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടക്കുന്ന റാഗിങ്ങിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഏതൊക്കെ നിയമങ്ങളാണ് നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്? കേരളത്തിൽ മാത്രമല്ല, മറ്റ് പ്രത്യേക നിയമങ്ങളുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും 3 തരം നിയമങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ റാഗിങ്ങിനെ നേരിടുന്നത്. ഒന്ന് UGC റെഗുലേഷൻ 2009, 2009 UGC ഉണ്ടാക്കി ആൻറ്റി റാഗിംഗ് ആക്ട്. UGC റെഗുലേഷൻ, UGCക്ക് ഒരുപാട് റെഗുലേഷൻ ഉണ്ട്. 2009 ടു കർബ് ദ മിനേസ് ഓഫ് റാഗിംഗ് ഇൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് വിപുലമായ പേരിൽ അറിയപ്പെടുന്ന, നമ്മൾ സൗകര്യത്തിന് വേണ്ടി പറയുന്ന UGC റെഗുലേഷൻ 2009. അത് UGC ഉണ്ടാക്കിയ സമഗ്രമായ ഒരു കോംപ്രിഹെൻസീവായ നിയമം. അതൊന്ന്. രണ്ടാമത്, ഓരോ സ്റ്റേറ്റിനും സ്പെഷ്യൽ ആക്റ്റുകളുണ്ട്. കേരളത്തിലാണെങ്കിൽ ദ കേരള പ്രൊഹിബിഷൻ ഓഫ് റാഗിംഗ് ആക്ട്. മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളും സ്പെഷ്യൽ ആക്റ്റുകൾ 1998, 97 തമിഴ്നാട്ടിൽ വരുന്നുണ്ട്, 98 കേരളത്തിൽ വരുന്നത്. അപ്പോൾ ആ ഒരു ആക്ട് അത് രണ്ടാമത്തെ നിയമസംഹിത. മൂന്നാമത്തെ എന്ന് പറയുന്നത് IPC. ഇപ്പോൾ അത് റീപ്ലേസ്ഡ് ബൈ BNS, ഭാരതീയ ന്യായ സംഹിതയാണ്. അപ്പോൾ ഈ 3 തരം ആക്ട് ഉപയോഗിച്ചിട്ടാണ് റാഗിങ്ങിനെ നമ്മൾ നേരിടുന്നത്. ഒന്ന് UGC റെഗുലേഷൻ 2009, പ്രൊഹിബിഷൻ ഓഫ് റാഗിംഗ് ആക്ട് ഇൻ കേരള, പിന്നെ ഉള്ളത് ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഉള്ള ഒരു IPC അല്ലെ BNS. IPC ഇപ്പോൾ റീപ്ലേസ് ചെയ്തിരിക്കുകയാണ് 2023 മുതൽ. അപ്പോൾ സാർ ഇപ്പോൾ പറയുമ്പോൾ UGC റെഗുലേഷൻസിനെ പറ്റി പറയുമ്പോഴും മറ്റു നിയമങ്ങളെ പറ്റി പറയുമ്പോഴും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളല്ലാതെ നമ്മുടെ പ്രേക്ഷകരുടെ അറിവിലേക്കായി കേരളത്തിലെ സ്കൂളുകളിലും മുഴുവൻ സമഗ്രമായി ബാധകമല്ലേ ഈ നിയമങ്ങളെല്ലാം? അതങ്ങനെ പറയുമ്പോൾ കേരളത്തിലെ
സ്ഥിതി പ്രത്യേകിച്ച് എടുത്ത് പറയുമ്പോൾ UGC റെഗുലേഷൻ 2009 എന്ന് പറയുന്നത് 12 വർഷത്തിന് മുകളിൽ വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനങ്ങൾക്ക് മാത്രം ബാധകമായതാണ്. അതായത് ഹയർ എഡ്യൂക്കേഷൻ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഹയർ എഡ്യൂക്കേഷൻ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അഥവാ കോളേജുകളും അഫിലിയേറ്റഡ് സ്ഥാപനങ്ങളിലും ബാധകമായതാണ്. പക്ഷേ കേരള പ്രൊഹിബിഷൻ ഓഫ് റാഗിംഗ് ആക്റ്റും പിന്നെയുള്ള IPC ഓർ BNS അത് സ്കൂളുകളിലും കൂടി ബാധകമാണ്. അപ്പോൾ രണ്ടും കൂടിയിട്ട് ഒരു ബാധകം രണ്ട് സ്ഥാപനങ്ങൾക്കും ബാധകമായ ഒരു നിയമം ഉണ്ടാക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെ കാര്യമായ ഒരു ഇടപെടൽ ഇപ്പം നടക്കുന്നുണ്ട്. ഉടൻ തന്നെ അത് പ്രാബല്യത്തിൽ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സർ, നമുക്ക് ഈ വിഷയത്തെപ്പറ്റി ഇനി ധാരാളം കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട. അതിന് മുമ്പ് ഒരു ഇടവേളയാണ്. സാമൂഹ്യ പാഠത്തിൽ ഇനിയൊരു ഇടവേള. മണിക്കൂറിൽ അദ്ദേഹം ഈ പിതാവ് മുട്ടുമേൽ നിന്ന് അശ്രുധാര ഒഴുക്കി കരഞ്ഞ് പ്രാർത്ഥിച്ചുവെന്നും പോകുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ 1 വർഷം കഴിയുമ്പോൾ തിരികെ വരും, അപ്പോഴേക്കും ഇല്ലത്തെ ഒരു ആൺസന്തതി ജനിക്കും എന്നും പറഞ്ഞു. അന്നേരം അദ്ദേഹം ഉപകാര സ്മരണയായിട്ട് തിരിച്ചൊരു മറുപടി പറഞ്ഞു, അങ്ങനെ സംഭവിച്ചാൽ എൻ്റെ സ്വത്തിൻ്റെ നേർപകുതി അങ്ങേക്ക് തന്നേക്കാന്ന് പറഞ്ഞു. കാടുവെട്ടൂർ വല്യപ്പന്റെ കഥയുമായി ഇതാ ഹെറിറ്റേജ് ബൈറ്റ്സ്, കൂടെ സംസ്കൃതിയുടെ ഒരു രുചി. കാടുവെട്ടൂർ പള്ളിയിലെ പ്രസിദ്ധമായിട്ടുള്ള വരട്ട് പായസം ഉണ്ടാക്കാം അല്ലെ? കാണാൻ മറക്കരുത് നിങ്ങളുടെ സ്വന്തം ദൂരദർശനിൽ. സാമൂഹ്യ പാഠത്തിലേക്ക് വീണ്ടും സ്വാഗതം. റാഗിങ്ങുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സാമൂഹ്യ പാഠത്തിൽ ചർച്ച ചെയ്യുന്നത്. സർ, ഇപ്പോൾ കേരളത്തിൽ സമഗ്രമായൊരു നിയമനിർമ്മാണത്തിനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്ന് പറയുകയുണ്ടായി. നമ്മളിപ്പോൾ റാഗിങ്ങിനെ പറ്റി സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് വിദ്യാർത്ഥികളുടെ മാനസിക നിലയെ നിയന്ത്രിക്കുന്നതിനും ഈ ഒരു കുറ്റകൃത്യത്തെ തടുക്കുന്നതിലും അതിന് ലഭ്യമായ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസംസ് അല്ലേ? അപ്പം ഈ നിയമങ്ങളുടെ പരിധിയിൽ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് റാഗിങ്ങിനെ തടുക്കാൻ വേണ്ടി പ്രവർത്തിക്കേണ്ടത്? സാധാരണഗതിയിൽ ഈ UGC റെഗുലേഷൻ്റെ പ്രധാനപ്പെട്ട 3 ഉദ്ദേശങ്ങൾ: പ്രൊഹിബിഷൻ, പ്രിവെൻഷൻ, പണിഷ്മെൻറ്റ്. ഈ പ്രൊഹിബിഷനും പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ പ്രിവെൻറ്റീവ് മെക്കാനിസം, എങ്ങനെ തടയാം, അതിനുള്ള ഓരോ ഗൈഡ് ലൈൻസും UGC ഫ്രെയിം ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം വെച്ചാൽ 3 തരം കമ്മിറ്റികൾ ഉണ്ടാക്കുകയാണ്. നമ്മൾ ആൻറ്റി റാഗിംഗ് കമ്മിറ്റി എല്ലാവരും പൊതുവെ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ആൻറ്റി റാഗിംഗ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ആൻറ്റി റാഗിംഗ് കമ്മിറ്റി, ആൻറ്റി റാഗിംഗ് സ്ക്വാഡ്, മെൻറ്ററിംഗ് സെൽ, ഇങ്ങനെയാണ് 3 കമ്മിറ്റികൾ UGC വിഭാവനം ചെയ്യുന്നത്. അപ്പം ആൻറ്റി റാഗിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് നമ്മളെ ഒരു ഒരു അഡ്വൈസറി സിസ്റ്റം ഓഫ് ട്രയൽ നമ്മൾ കോടതിയിൽ നിലനിൽക്കുന്നത് പോലെ തന്നെ ഒരു പരാതി ഈ കമ്മിറ്റിയുടെ മുമ്പാകെ വന്നാൽ ആ കമ്മിറ്റി എങ്ങനെ പരിഗണിക്കുന്നു. അപ്പോൾ ആ പരിഗണിക്കുന്ന സമയത്ത് കുറ്റാരോപിതനായ വ്യക്തിയുടെയും കുറ്റം അനുഭവിക്കുന്ന വ്യക്തിയുടെയും 2 ഭാഗങ്ങളുടെയും ഭാഗം കേൾക്കാനുള്ള ഒരു ഉത്തരവാദിത്തം കമ്മിറ്റിക്കുണ്ട്. അപ്പോൾ ആ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട അവർക്ക് 2 പേർക്കും അവരുടെ വാദങ്ങൾ നിരത്താം, അതിനനുയോജ്യമായ ഡോക്യുമെൻ്റ് രേഖകൾ നിരത്താം, സാക്ഷികളെ ഹാജരാക്കാം, ഇതൊക്കെ ചെയ്യാം. പക്ഷേ അതോടൊപ്പം തന്നെ ഏറ്റവും പ്രത്യേകതയെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ 8 തരത്തിലുള്ള ആൾക്കാരുടെ പ്രതിനിധികളാണ് ഇതിനകത്തുള്ളത്. ഈ 8 തരത്തിലുള്ള ആൾക്കാർ എന്ന് പറയുന്നത് സീനിയർ സ്റ്റുഡൻസ് ഉണ്ട്, ജൂനിയർ സ്റ്റുഡൻസ് ഉണ്ട്, പിന്നെ അവിടുത്തെ ഫാക്കൽറ്റി ഉണ്ട്, നോൺ ടീച്ചിങ് സ്റ്റാഫ്. ഇതൊക്കെ ആ ക്യാമ്പസിനകത്തുള്ളവരാണ്. അതുകൂടാതെ പുറത്തുള്ളവർ എന്ന് പറയുന്നത് അതിലെ NGOs ഉണ്ട്, NGOs ഇൻവോൾവ് ഇൻ യൂത്ത് അഫെയർസ്, NGOs ഉണ്ട്, മാധ്യമങ്ങളുണ്ട്, പോലീസുണ്ട്. കേരള പോലീസിൻ്റെ ഒരു സർക്കുലർ പ്രകാരം ഓരോ സ്ഥലത്തെയും SHO അവിടുത്തെ എക്സ് ഒഫീഷ്യോ മെമ്പറാണ് ആ റാഗിംഗ് കമ്മിറ്റി. ഇപ്പം ഞാൻ പറഞ്ഞ 7 കാറ്റഗറി ഓഫ് പീപ്പിളായി. ആ 7 കാറ്റഗറിയിൽ പെടാത്ത ഒന്നാണ് പാരൻസിൻ്റെ പേരൻസ് വരുമ്പോൾ ക്യാമ്പസിനകത്തുമായി ക്യാമ്പസിന് പുറത്തുമായി. കാരണം ഒരു തരത്തിലുള്ള റാഗിംഗ് റിപ്പോർട്ടുകളും തമസ്കരിക്കപ്പെട്ടു പോകരുത് എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ റെഗുലേഷൻ്റെ ഫ്രെയിമേഴ്സ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ പോയാലും ഒരു കുറ്റകൃത്യം ചെയ്ത വ്യക്തി ദേ ആർ നോട്ട് അലൗഡ് ടു ഇവേഡ് ദ ക്ലച്ചസ് ഓഫ് ലോ. ആ ക്ലച്ചസ് ഓഫ് ലോയിൻ്റെ അകത്ത് വന്നിരിക്കും, നിയമത്തിൻ്റെ മുമ്പിൽ ഹാജരാക്കിയിരിക്കും. അങ്ങനെയുള്ള ഒരു ഉദ്ദേശത്തോടെയാണ്. അതാണ് ആൻറ്റി റാഗിംഗ് കമ്മിറ്റിയുടെ പ്രത്യേകത. ശരി, ആൻറ്റി റാഗിംഗ് കമ്മിറ്റി പോലെ സ്കൂളുകളിൽ എന്തെങ്കിലും സംവിധാനമുണ്ടോ?
സ്കൂളുകളിൽ UGC റെഗുലേഷൻ നടപ്പാക്കിയിട്ടില്ല. അത് നടപ്പാക്കാനുള്ള ഒരു പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവിടെയുള്ള എന്താ പറയുക ബാക്കിയുള്ള കമ്മിറ്റികളാണ് എത്തിക്സ് കമ്മിറ്റി എന്ന് പറയും, പൊതുവായ കമ്മിറ്റി, അച്ചടക്ക നടപടികൾ സ്വീകരിക്കാനുള്ള കമ്മിറ്റിയും PT ഒക്കെയാണ് ചർച്ച ചെയ്യുന്നത് എന്നാണ് ഞാൻ അറിയുന്നത്. പക്ഷേ ഈ ആൻറ്റി റാഗിംഗ് കമ്മിറ്റി ഇപ്പോൾ നടപ്പാക്കിയിട്ടില്ല. അതുപോലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇപ്പം ആൻറ്റി റാഗിംഗ് കമ്മിറ്റിക്ക് മുമ്പാകെ ഒരു പരാതി വന്നാൽ ആ ഒരു എന്താണ് പ്രക്രിയ എന്താണ്? ആൻറ്റി റാഗിംഗ് കമ്മിറ്റിയുടെ മുമ്പ് ഒരു പരാതി വന്നാൽ ആ പരാതി ആൻറ്റി റാഗിംഗ് കമ്മിറ്റി യോഗം ചേർന്ന് പരിശോധിക്കും. ആ യോഗത്തിൻ്റെ മിനിറ്റ്സുകൾ സൂക്ഷിക്കും. ആ ആൻറ്റി റാഗിംഗ് കമ്മിറ്റി ഒരു തീരുമാനത്തിലെത്തും. ആ തീരുമാനം നടപ്പാക്കുക വെച്ചാൽ 2 തരത്തിലുണ്ട്. അത് ആദ്യം തന്നെ അതിൽ ക്രിമിനൽ എലമെൻറ്റ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്, ഒരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെടണം. അപ്പോൾ ക്രിമിനൽ എലമെൻറ്റ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി വിത്തിൻ 24 hours ദാറ്റ് ഹാസ് ടു ബി ഫോർവേഡ് ടു ദ പോലീസ്. ആ പോലീസിൻ്റെ അന്വേഷണം പിന്നെ നടക്കുന്നത്. അതുകൂടാതെ അതൊന്നും വേണ്ട, ഒരു ഇൻറ്റേർണൽ എൻക്വയറി മതി എന്ന് ഇൻറ്റേർണൽ എൻക്വയറി കഴിഞ്ഞിട്ട് ഒരു 6 തരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പണിഷ്മെൻറ്റ്സ് അത് സ്ഥാപനത്തിനകത്ത് വെച്ച് നടപ്പാക്കുന്നതാണ്. അങ്ങനെയുള്ള പണിഷ്മെൻറ്റും കൊടുക്കാം. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്പെഷ്യൽ ആക്ടുകൾ പ്രധാനമായിട്ടുള്ള ഒരു പ്രൊവിഷൻ പറഞ്ഞ ഇൻറ്റേർണൽ എൻക്വയറിയാണ്. എന്തുകൊണ്ടാണ് ആ ഒരു പ്രൊവിഷൻ വെച്ചിരിക്കുന്നത് വെച്ചാൽ നമ്മൾ ഫ്രെയിമേഴ്സ് ഓഫ് ദിസ് ലോ ഒരു വളരെ ഫാർ റീച്ചിങ് ആയി ചിന്തിച്ചുകൊണ്ടാണ്. കാരണം ഒരുപക്ഷെ വ്യാജമായ വാർത്തകളായിരിക്കും, ഒരുപക്ഷെ നിരപരാധികളായിരിക്കും. കുറ്റകൃത്യം തെളിയിക്കപ്പെടുന്നവർ ആ വ്യക്തി നിരപരാധിയാണ്. അപ്പോൾ പോലീസിലേക്ക് കൊടുക്കാതെ സ്ഥാപനത്തിൻ്റെ അകത്തുള്ള മെഷീനറി വെച്ച് തന്നെ അത് പരിഹരിക്കാൻ വേണ്ടിയാണ് ഇൻറ്റേർണൽ എൻക്വയറി വരുന്ന പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സസ്പെൻഷനാണ്. പിന്നെ സസ്പെൻഷൻ മീൻസ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നത് സസ്പെൻഡ് ചെയ്യാം. പിന്നെ വേറെ പ്രിവിലേജ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാതിരിക്കാം. പിന്നെ എക്സ്പെൽഷൻ ഫ്രം ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഇറ്റ്സെൽഫ്, ഹോസ്റ്റലിലോ മറ്റോ താമസിക്കുന്നത് പൂർണ്ണമായി ഒഴിവാക്കാം. പിന്നെ റെസ്ട്രിക്കേഷൻ എന്ന് വെച്ചാൽ ആ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കും ഒരു പ്രത്യേക പീരീഡ് വരെ. ആ പീരീഡിന് അകത്ത് കയറാൻ പറ്റില്ല. അങ്ങനെയാണ് പരീക്ഷ എഴുതുന്നതിൽ ഒന്നും എല്ലാം പോയി. അതാണ് ഞാൻ പറയുന്നത് ഡീബാറിങ് ഫ്രം അറ്റൻഡിങ് ദ എക്സാമിനേഷനും ബാക്കി വേറെ വല്ല പ്രിവിലേജ് കിട്ടണം അതൊക്കെ ഡീബാർ ചെയ്യും. അറ്റ് ലാസ്റ്റ് വേണം ക്യാൻസലേഷനും. അങ്ങനെ 6 തരത്തിലുള്ള പണിഷ്മെൻറ്റ് ഇൻറ്റേർണൽ എൻക്വയറിയുടെ ഭാഗമായി തന്നെ നടത്താം. സർ, ഇപ്പോൾ അതിലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസംസിൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ടതാണ് ആൻറ്റി റാഗിംഗ് സ്ക്വാഡ്. അപ്പോൾ സ്ക്വാഡിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ആൻറ്റി റാഗിംഗ് സ്ക്വാഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പോലീസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നിയമത്തിൻ്റെ ഭാഷയിൽ പോലീസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ രീതിയിലുള്ളത്. കാരണം അതിൻ്റെ വൾണറബിൾ പോയിൻറ്റ്സ് ഓഫ് റാഗിംഗ് ഉണ്ട്. അത് ഞാൻ ഏതായാലും ഇപ്പോൾ സൂചിപ്പിക്കുന്നില്ല, ഒരുപക്ഷെ അതിന് വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ വന്നേക്കും. വൾണറബിൾ പോയിൻറ്റ്സ് നമ്മുടെ ആ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ആൾക്കാരെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ആ പോയിൻറ്റ്സിൽ ഒരു ചെക്കിങ്, സർപ്രൈസ് വിസിറ്റ്, റെയ്ഡ് ഇതൊക്കെ നടത്തുക. എന്നിട്ട് കയ്യോടെ പിടികിട്ടി ആൻറ്റി റാഗിംഗ് കമ്മിറ്റി മുമ്പാകെ അത് റിപ്പോർട്ട് ചെയ്യുക. ആൻറ്റി റാഗിംഗ് കമ്മിറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൊസീജിയർ നടത്തിയിട്ട് തീരുമാനങ്ങളെടുക്കും. അപ്പോൾ ഈ സ്ക്വാഡ് വർഷത്തിൽ എല്ലാ സമയവും ക്യാമ്പസിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണമെന്നാണോ നിബന്ധന? തീർച്ചയായും എല്ലാ സമയത്തും വേണം. ആക്റ്റീവ് അലേർട്ട് മൊബൈൽ എന്നാണ് ആ നിയമത്തിൽ പറഞ്ഞത്. ആക്റ്റീവ് അലേർട്ട് ആൻഡ് മൊബൈൽ 24 hours വേണമെങ്കിലും ഉണ്ടായിരിക്കണം. 24 hours എന്ന് വെച്ചാൽ ഒരു ഹോസ്റ്റൽ വാർഡൻ്റെ കാര്യം നിയമത്തിൽ പറയുന്നുണ്ട്. 24 hours ആക്സസിബിൾ വാർഡൻ, ഇറ്റ് മസ്റ്റ് ബി ആക്സസിബിൾ 24 hours. അപ്പോൾ ഈ കമ്മിറ്റിയും അതുപോലെ തന്നെ ആയിരിക്കണം. നമുക്ക് ഒരു കോളർ ലൈനിലുണ്ട് സർ. ഹലോ, നമസ്കാരം. സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? എൻ്റെ പേര് ശങ്കരൻ നായർ. സർ, സംസാരിച്ചോളൂ. പറയൂ ശങ്കരൻ, കേൾക്കാം. ഹലോ സാർ, നമസ്കാരം, പറയൂ. സാർ, എനിക്ക് 2 കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ ഇപ്പം നമ്മൾ വ്യാപകമായി കേൾക്കുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലും റാഗിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ലഹരി ഉപയോഗം കൂടെ. അപ്പോൾ ഈ ലഹരി ഉപയോഗം ഒരു തരത്തിൽ റാഗിങ്ങിന്റെ ഒരു സ്പീഡ് കൂട്ടുന്നില്ല എന്നെനിക്ക് സംശയമുണ്ട്. 1. 2, ഹോസ്റ്റലുകളിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ടല്ലോ, വാർഡന്മാർ, അവര് കാര്യമായി ഇടപെടുന്നില്ല എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അവരെല്ലാം കാര്യക്ഷമമായിട്ട് പ്രവർത്തിച്ച അതിന്റെ പിന്നിൽ വേറൊരു പ്രശ്നമുണ്ട്. അവർക്ക് മേൽ ഇടപെടലുകൾ വരും, ഇല്ലേ? സ്വാധീനങ്ങൾ ഈ ഹോസ്റ്റലുകളിൽ നിഷ്പക്ഷമായി പ്രവർത്തിക്കാൻ വാർഡന്മാര് കഴിയാതെ വരുന്നു. അതുപോലെ തന്നെ ഈ സംഘടനാപരമായ ശക്തി കൊണ്ട് തന്നെ ഈ റാഗിംഗ് നടത്തുന്നവർ രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം ഇല്ലേ എന്നെനിക്ക് സംശയം. അത് സാറൊന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും. ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറയാം. കാരണം ഞാൻ നേരത്തെ റാഗിങ്ങിൻ്റെ നിർവചനം പറയുമ്പോൾ തന്നെ സൂചിപ്പിച്ചു, കുറ്റകൃത്യം ചെയ്യണമെന്നുള്ള ഒരു മാനസികാവസ്ഥയാണ് ഈ കുറ്റകൃത്യത്തിലേക്ക് ഒരാളെ എത്തിക്കുന്നത്.
ഏത് കാര്യങ്ങൾ ആദ്യം നടപ്പിലാക്കുന്നത് മനസ്സിലാണ്. ആ മനസ്സിൽ നടപ്പാക്കിയതിന് ശേഷമാണ് നമ്മളതിന് ഭൗതികമായ പ്രവർത്തന രീതിയിലേക്ക് വരുന്നത്. അങ്ങനെ വരുമ്പോൾ താങ്കളിപ്പോൾ സൂചിപ്പിച്ച മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന സമയത്ത് അലൂഷൻ, ഇലൂഷൻ, ഹാലൂസിനേഷൻ എന്ന് 3 തരത്തിലുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാകുന്നു. എന്ന് വെച്ചാൽ അവർക്ക് ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കാം, ഇല്ലാത്ത കാഴ്ചകൾ കാണാം, ഉള്ള കാഴ്ചകൾ കാണില്ല, ഉള്ള ശബ്ദങ്ങൾ കേൾക്കില്ല. തീർച്ചയായും മനസ്സിന് വേണമെങ്കിൽ ഒരു ഭ്രാന്തമായ അവസ്ഥ. ഈ ഭ്രാന്തമായ അവസ്ഥയിൽ മനസ്സിൻ്റെ ഒരു സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുകയാണ്. ഈ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുമ്പോൾ അവരെന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് തന്നെ വ്യക്തമായ അറിവുണ്ടാവില്ല. അതാണ് ഈ ഒരു കാരണം. മയക്കുമരുന്നിൻ്റെ ഉപയോഗം ഈ റാഗിംഗ് പ്രവർത്തനങ്ങളുടെ ആക്കം കൂട്ടുന്നത് അതുകൊണ്ടാണ്. അതാണ് താങ്കൾ ആദ്യം ചോദിച്ച ചോദ്യം. ഇനി രണ്ടാമത്തെ ചോദ്യം, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച് കഴിഞ്ഞു. 24 hours ആക്സസിബിൾ വാർഡൻ എന്ന് ഞാൻ പറഞ്ഞു. 24 മണിക്കൂറും ആക്സസ് കിട്ടാവുന്ന ഒരു വാർഡൻ വേണമെന്ന് നിയമം അനുശാസിക്കുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം കാര്യക്ഷമമായി ഒരു സ്ഥാപനം ആ സംവിധാനം ഉപയോഗപ്പെടുത്തുന്നു എന്നതിനനുസരിച്ചിരിക്കും അതിൻ്റെ കാര്യക്ഷമത. പക്ഷേ ഒരു സ്ഥാപനത്തിൽ നിന്ന് മറ്റു സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ വ്യത്യാസങ്ങൾ കണ്ടേക്കാം. പക്ഷേ നിയമം അതുപോലെ തന്നെ കൃത്യമായി പാലിച്ചാൽ തീർച്ചയായും ഇങ്ങനെ താങ്കൾ സൂചിപ്പിച്ച പോലുള്ള അവസരങ്ങൾ ഇല്ലാതാക്കാൻ പറ്റും, അവസ്ഥകൾ ഇല്ലാതാക്കാൻ പറ്റും, സംഭവങ്ങൾ ഇല്ലാതാക്കാൻ പറ്റും. അതാണ് താങ്കളുടെ ചോദ്യത്തിന് രണ്ടാമത്തെ ചോദ്യത്തിനുള്ള മറുപടി. അതുപോലെ അദ്ദേഹം ഒരു ചോദ്യം കൂടെ ചോദിച്ചിരുന്നു. ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പലപ്പോഴും റാഗിങ്ങിലെ പ്രതികളൊക്കെ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമില്ലേ, അതും ചിലപ്പോൾ പ്രതികൂലമായി ബാധിക്കുന്നു എന്നുകൂടി ചോദിച്ചിരുന്നു. അങ്ങനെയുള്ള ചില അഭിപ്രായങ്ങൾ ചില കോണുകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട്. എങ്കിലും ഒരു നിയമത്തിൻ്റെ പരിധിയിൽ വെച്ച് എനിക്ക് ഒന്നു മാത്രമേ പറയാൻ പറ്റുള്ളൂ. എത്രത്തോളം കാര്യക്ഷമമായി ആ സംവിധാനം ഉപയോഗപ്പെടുത്തുന്നു അതിനനുസരിച്ച് മാത്രമേ അതിൻ്റെ ഫലപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ. അതുപോലെ സർ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലെ പല തട്ടുകളിലുള്ള മനുഷ്യർ, ഇപ്പോൾ ജെൻഡർ ഒരു ചോദ്യമാണ് നമ്മൾ റാഗിങ് വരുമ്പോൾ. ഇപ്പോൾ പെൺകുട്ടികളുടെ നേരെയുള്ള അതിക്രമങ്ങൾ ഇപ്പോൾ കൂടി വരുന്ന ഒരു കാലഘട്ടത്തിൽ റാഗിങ് എപ്പോഴാണ് സ്ത്രീകൾക്ക് നേരെയുള്ള ഒരു അതിക്രമത്തിൻ്റെ പരിധിയിൽ വരുന്നത്? ചിലപ്പോൾ ഇതിലെ പെർപെട്രേറ്റേഴ്സും സ്ത്രീകളാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നില്ലേ? അതിനെക്കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത്? താങ്കൾ നല്ലൊരു ചോദ്യമാണ്. പുതിയ നൂറ്റാണ്ടുകളിലേക്ക് വരുമ്പോൾ അതിൻ്റെ ആ കുറ്റകൃത്യ പ്രവണതകളുടെ മാറ്റം താങ്കളുടെ ചോദ്യത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. പക്ഷേ കുട്ടികൾക്ക് വേണ്ടി, പെൺകുട്ടികൾക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക നിയമങ്ങളൊന്നും ആൻറ്റി റാഗിംഗ് ലോയിൽ ഇല്ല. എങ്കിലും ബാക്കിയുള്ള നിയമങ്ങൾ അനുസരിച്ച് ലഭ്യമായ എല്ലാ പ്രിവിലേജസും പെൺകുട്ടികൾക്കും വനിതകൾക്കും ഇതിൽ ലഭ്യമാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതാണ് സ്ത്രീകളുമായി ബന്ധപ്പെട്ട മറ്റ് നിയമങ്ങളുടെ പരിധിയിലേക്ക് ഈ റാഗിംഗ് എന്ന കുറ്റകൃത്യം വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതെങ്ങനെയാണ് തീരുമാനിക്കുന്നത്? അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതായത് ഒരു ആൻറ്റി റാഗിംഗ് കമ്മിറ്റി അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു സ്ഥാപനത്തിൻ്റെ മേധാവി അതിൽ പ്രിമാ ഫേഷി ക്രിമിനൽ എലിമെൻ്റ് ഉണ്ടോ എന്ന് തീരുമാനിച്ച ശേഷം ഇൻവെസ്റ്റിഗേഷൻ വിടാറുണ്ട്. ആ ഇൻവെസ്റ്റിഗേഷൻ വിടുന്ന സമയത്ത് ബാക്കിയുള്ള നിയമങ്ങളിലും അതിൽ ആക്റ്റീവ് ആവുന്നുണ്ടോ എന്നതിനനുസരിച്ചിരിക്കും ആ സെക്ഷൻ ഇൻവോക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ നിയമം ഇൻവോക്ക് ചെയ്യുന്നത്. അതിനനുസരിച്ച് പെൺകുട്ടികൾക്ക്, വനിതകൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പ്രിവിലേജസും അതിൽ ലഭിക്കും. സാർ, ഇപ്പോൾ അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസത്തെ കുറിച്ച് പറയുമ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മെൻറ്ററിങ് സെല്ലുകൾ. ആ മെൻറ്ററിങ് സെല്ലുകളുടെ പ്രവർത്തനം എങ്ങനെയാണ്? മെൻറ്ററിങ് സെല്ല് എന്ന് പറയുന്നത് ഒരു അക്കാഡമിക് ഇയറിൻ്റെ അവസാനം ഒരു ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, സ്ഥാപനത്തിൻ്റെ മേധാവി വിളിച്ച് ചേർത്ത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു സെല്ലാണ്. ഒരു മെൻറ്റർ എന്ന് പറയുന്നത് സീനിയർ സ്റ്റുഡൻ്റ് ആയിരിക്കും. അപ്പോൾ സീനിയർ സ്റ്റുഡൻറ്റിൻ്റെ കീഴിൽ 6 ജൂനിയർ സ്റ്റുഡൻസ് വരും നെക്സ്റ്റ് അക്കാഡമിക് ഇയർ വരുമ്പോൾ. അപ്പോൾ അധ്യയന വർഷത്തിന് മുമ്പ് തന്നെ ഇത് രൂപീകരിക്കപ്പെട്ടിരിക്കും. രൂപീകരിക്കപ്പെട്ട ശേഷം ഓരോ മെൻറ്ററും ഓരോ ഫാക്കൽറ്റി മെമ്പേഴ്സിന് കീഴിലായിരിക്കും. അപ്പോൾ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു അധ്യയന വർഷം തുടങ്ങുമ്പോൾ ഒരു ജൂനിയർ വിദ്യാർത്ഥി വരുമ്പോൾ 6ഓളം ജൂനിയർ വിദ്യാർത്ഥികൾ ഒരു മെൻറ്ററിൻ്റെ കീഴിലായിരിക്കും. ഈ മെൻറ്റർ ഒരു ഫാക്കൽറ്റി മെമ്പറിൻ്റെ കീഴിലുമായിരിക്കും. അപ്പോൾ അങ്ങനെ ആ ജൂനിയർ വിദ്യാർത്ഥിക്ക് എന്തെങ്കിലും അപകടങ്ങളോ അപായങ്ങളോ ഇത് സംബന്ധിച്ച് വരുന്നുണ്ടെങ്കിൽ മെൻറ്റർ അത് ഫാക്കൽറ്റിക്ക് റിപ്പോർട്ട് ചെയ്യും, ഫാക്കൽറ്റി റാഗിംഗ് കമ്മിറ്റിക്ക് റിപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ അത് ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ റിപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ പോലീസിന് റിപ്പോർട്ട് ചെയ്യാം. അങ്ങനെയും എന്തായാലും നിയമം അതിൽ ക്ലച്ച് ലോ ഏർപ്പെടുത്തിയിരിക്കും. നമുക്ക് ഇവയെക്കുറിച്ച് കൂടുതൽ വിശദമായി സംസാരിക്കാനുണ്ട്. അതിനു മുമ്പ് മറ്റൊരു ഇടവേളയാണ്. സാമൂഹ്യ പാഠത്തിൽ ഇനി മറ്റൊരു ഇടവേള. ഒരു കാലത്തിന്റെ കഥ പറഞ്ഞത് ആകാശവാണി, പിന്നെ വന്നു എന്റർടൈൻമെന്റിൻ റെവല്യൂഷൻ. നാട്ടിലങ്ങും ഇങ്ങുമെല്ലാം ദൂരദർശൻ. മാറിയില്ല കഥയൊട്ട്, മാറുന്നുണ്ട് സ്റ്റൈൽ മറ്റും. നമ്മൾ കേട്ട കഥ അത് തന്നെ, കണ്ട കഥ അത് തന്നെ, ഇനിമേൽ പറയും ഡിജിറ്റൽ. Download Waves OTT app now and watch for free.
സാമൂഹ്യ പാഠത്തിലേക്ക് വീണ്ടും സ്വാഗതം. റാഗിങ്ങുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ച് നമ്മളോട് ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അഡ്വക്കേറ്റ് വൈ വിനോദ് കുമാറാണ്. സർ, ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസംസ് വളരെ കാര്യക്ഷമമായ നിയമം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഇത്രയും ശക്തമായ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസംസ് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് പലപ്പോഴും റാഗിങ് തടയുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നത്? അത് നേരത്തെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. എങ്കിലും ഈ ഒരു ശക്തമായ നിയമങ്ങൾ, കർശനമായ നിയമങ്ങൾ നിലനിൽക്കുമ്പോഴും അത് എത്രത്തോളം പ്രായോഗികമായി പ്രവർത്തനത്തിൽ വരുത്തുന്നു എന്നത് ആ ഒരു സംവിധാനത്തിൽ അധിഷ്ഠിതമായിരിക്കുന്നു. ആ സംവിധാനം എത്രത്തോളം നന്നായി ചെയ്യുന്നു, ഫലപ്രദമായി ചെയ്യുന്നു, അതിനനുസരിച്ച് മാത്രമേ അതിൻ്റെ ഫലപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ. ഒരുപക്ഷെ അതിലെവിടേക്കോ ഒരു ലാച്ചസ് വരുന്നുണ്ട് എന്ന് പല കോണുകളിൽ നിന്നും ആക്ഷേപങ്ങൾ വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇത്രയും നന്നായിട്ടുള്ള ഒരു നിയമം കർക്കശമായിട്ടുണ്ടാകുന്ന സമയത്ത് റാഗിങ് എന്ന സംഭവങ്ങൾ വീണ്ടും വീണ്ടും ഉരുത്തിരിയാൻ യാതൊരു കാരണവുമില്ല. അത് ആ സംവിധാനം എത്രത്തോളം നന്നായി പ്രാവർത്തികമാക്കും അതനുസരിച്ച് ഫലപ്രാപ്തിയും ഉണ്ടാകും. ഈ സംവിധാനങ്ങളോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതല്ലേ ഇപ്പം അഡ്മിഷൻ നടക്കുന്ന സമയത്തും അഡ്മിഷൻ തുടരുന്ന ആ ഒരു പ്രക്രിയ നടക്കുന്ന സമയത്തും അതിനുശേഷം അഡ്മിഷൻ എടുത്ത ശേഷവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവർത്തിക്കേണ്ട ചില നടപടിക്രമങ്ങളില്ലേ, അതൊന്ന് വിശദീകരിക്കാമോ? അത് താങ്കൾ സൂചിപ്പിച്ച പോലെ 3 തരത്തിലാണ് ഈ പ്രവൃത്തികൾ. അതായത് അഡ്മിഷൻ സമയത്തും, അഡ്മിഷന് മുമ്പും, അഡ്മിഷന് ശേഷവും. അഡ്മിഷന് മുമ്പ് എന്ന് പറയുന്നത് മിക്കവാറും ഇപ്പോൾ ഈ ഒരു ഇൻ്റർനെറ്റ് യുഗത്തിൽ എല്ലാ സ്ഥാപനങ്ങൾക്കും പ്രോസ്പെക്ടസ് ഉണ്ട്. പ്രോസ്പെക്ടസ് ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ആ പ്രോസ്പെക്ടസിൽ ഈ നിയമങ്ങൾ മുഴുവനും അത് പ്രിൻ്റ് ചെയ്തിരിക്കണമെന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ ഒരു അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ആ വിദ്യാഭ്യാസ സ്ഥാപനം നിലനിൽക്കുന്ന സമൂഹത്തിൽ ആ സ്ഥാപനം എത്രത്തോളം ആൻറ്റി റാഗിങ് ലോ നടപ്പാക്കുന്നതിൽ പ്രായോഗികമായി വിജയിച്ചിട്ടുണ്ട് എന്ന കാര്യം നാട്ടുകാരെ, പൊതുജനത്തെ അറിയിക്കാനുള്ള ഒരു കടമയുണ്ട്. മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ ഒക്കെ അതിനുപയോഗിക്കാവുന്നതാണ്. ഇത് രണ്ടും ചെയ്തതിന് ശേഷം പിന്നീട് ആ സ്ഥാപനത്തിൻ്റെ എല്ലാ വിസിനിറ്റിയിലും, അതിൻ്റെ പരിസര പ്രദേശം ഒക്കെ പോസ്റ്റേഴ്സ്, ആൻറ്റി റാഗിങ് നിയമവുമായി ബന്ധപ്പെട്ട പോസ്റ്റേഴ്സ്, അതിപ്പോൾ UGC നിന്ന് സൗജന്യമായി ഓരോ സ്ഥാപനങ്ങൾക്കും കൊടുക്കുന്നുണ്ട്. ആ പോസ്റ്റേഴ്സ് പതിക്കുക. ഇത്രയും കാര്യമാണ് പ്രധാനമായിട്ട് ചെയ്യാനുള്ളത്. ഇനി അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ അഡ്മിഷൻ വാങ്ങുന്ന കുട്ടികളിൽ നിന്ന് ഒരു അഫിഡവിറ്റ്, ഒരു സത്യവാങ്മൂലം എഴുതി വാങ്ങുക. ഇപ്പോൾ അത് ഓൺലൈനാണ്. എഴുതി വാങ്ങുക വെച്ചാൽ ആ സത്യവാങ്മൂലം ഓൺലൈൻ ഫയൽ ചെയ്യുമ്പോൾ ആ കുട്ടിയുടെയും അഡ്മിഷൻ വാങ്ങുന്ന കുട്ടിയുടെയും പാരൻറ്റിൻ്റെയും 2 തരത്തിലുള്ള അഫിഡവിറ്റ്, സത്യവാങ്മൂലം ആവശ്യമാണ്. അതാണ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ. ഇനി ആ കുട്ടി ഹോസ്റ്റലിൽ പ്രവേശനം നേടുന്നുണ്ടെങ്കിൽ 2 പേരും ഒപ്പിട്ട 3ാമത്തെ സത്യവാങ്മൂലം കൂടി ഫയൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് പ്രധാനമായിട്ടും അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ, ആ അഡ്മിഷൻ സമയത്ത് അനുവർത്തിക്കേണ്ട കാര്യം. പിന്നീടുള്ള കാര്യം എന്ന് പറയുന്നത് ജൂനിയർ വിദ്യാർത്ഥികളും സീനിയർ വിദ്യാർത്ഥികളും ഉൾപ്പെടെ ഫാക്കൽറ്റി മെമ്പറും ഈ ആൻറ്റി റാഗിങ് കമ്മിറ്റിയിലെ മെമ്പേഴ്സും അതിൻ്റെ പ്രതിനിധികളൊക്കെ കൂടിയിട്ട് ഒരു ജോയിൻറ്റ് സെഷൻ ടു ബി അഡ്രസ്ഡ് ബൈ ദ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, ആ സ്ഥാപനത്തിൻ്റെ മേധാവി ഇവരെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യേണ്ടതുണ്ട്. സർ, ഇതുമായിട്ട് ബന്ധപ്പെട്ടാണോ താങ്കൾ നേരത്തെ UGC റെഗുലേഷൻസിൻ്റെ ഭാഗമായി പറഞ്ഞ ഫ്രഷേഴ്സ് ഡേ എല്ലാം വരുന്നത്? അതെ, ഫ്രഷേഴ്സ് ഡേ വെച്ചാൽ ഇതേ അവസരത്തിൽ തന്നെ ഇപ്പോൾ 2023 മുതൽ UGC പറഞ്ഞിരിക്കുകയാണ് ഒരു ആൻറ്റി റാഗിങ് ഡേ. ആഗസ്റ്റ് 12-ാം തീയതി അല്ലെങ്കിൽ 12 മുതൽ 18-ാം തീയതി വരെ ആൻറ്റി റാഗിങ് വീക്ക് നടത്തണമെന്ന് പറഞ്ഞത്. ഈ ആൻറ്റി റാഗിങ് വീക്കിലും ആൻറ്റി റാഗിങ് ഡേയിലും ചെയ്യാവുന്ന കാര്യം ഒന്ന് ഈ പറഞ്ഞ ജോയിൻറ്റ് സെഷൻ അഡ്രസ്സ് ചെയ്യുക. അന്നേ ദിവസം തന്നെ ഇതേക്കുറിച്ചൊരു സെൻസിറ്റൈസേഷൻ പ്രോഗ്രാം സംഘടിപ്പിക്കുക. അതിൻ്റെ എക്സ്പേർട്സിനെ വിളിച്ചിട്ട് വേണം കൗൺസിലിംഗ് സെഷൻ സംഘടിപ്പിക്കാം. അന്ന് തന്നെ ഈ ഫ്രഷേഴ്സ് ഡേ സംഘടിപ്പിക്കാം. അതൊക്കെ ഈ സീനിയേഴ്സിൻ്റെയും ഈ ആൻറ്റി റാഗിങ് കമ്മിറ്റീസിനും പാരൻസിൻ്റെയും ഫാക്കൽറ്റി മെമ്പേഴ്സിന് മുമ്പിലാവുമ്പോൾ ആ ഫ്രഷേഴ്സ് ഡേ ഒരു ഇൻട്രൊഡക്ടറി സെഷൻ കൂടി ആകുന്നതാണ്. അതുപോലെ സാർ, ഇപ്പം അവയർനെസ് പ്രോഗ്രാംസിനെ കുറിച്ച് പറഞ്ഞു. എന്താണ് പലതരം അവയർനെസ് പരിപാടികൾ ഇപ്പോൾ ക്യാമ്പസിൽ റാഗിങ്ങിനെതിരെ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ നടപ്പിലാക്കുന്നത് വെച്ചാൽ ഒന്ന് അതിൻ്റെ സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ്, ഏതൊക്കെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സാണ് ഇതിന് ഫേവർ ചെയ്യുന്നത്, അതൊന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം അതിൻ്റെ സോഷ്യോളജിക്കൽ കോൺസിക്വൻസ് എന്താണ്. ഇപ്പോൾ ഒരു വിദ്യാർത്ഥി റാഗ് ചെയ്യുമ്പോൾ അവിടെ ആ വിദ്യാർത്ഥിയുടെ ഭാവി ഇല്ലാതാവുകയാണ്. ആ വിദ്യാർത്ഥിയുടെ ഭാവി അത് കരിപുരണ്ടതാവുമ്പോൾ അതേ സമയത്തിന് ആ സ്ഥാപനത്തിനും ഒരു വളരെ നല്ലതല്ലാത്തൊരു പേര് കിട്ടുന്നു. ആ സ്ഥാപനം മോശമാവുന്നു, ആ വിദ്യാർത്ഥി മോശമാവുന്നു, ആ വിദ്യാർത്ഥി കുറ്റകൃത്യം ചെയ്ത വിദ്യാർത്ഥിയുടെ കുടുംബം മോശമാവുന്നു. അപ്പോൾ സമൂഹത്തിന് എല്ലാ ഭാഗത്തും കൂടി ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇനി ഒരു പക്ഷേ ശിക്ഷ വിധിക്കപ്പെട്ടാൽ ആ കുട്ടിയുടെ വിദ്യാർത്ഥി ജീവിതം വഴിയാധാരമായി പോകും. അപ്പോൾ അങ്ങനെ അതിൻ്റെ ബാഡ് കോൺസിക്വൻസസ്, ആ ബാഡ് കോൺസിക്വൻസസ് ഇത് വിദ്യാർത്ഥികൾ, സീനിയർ വിദ്യാർത്ഥികൾ, റാഗിങ്ങിൽ ഉൾപ്പെടുന്ന സീനിയർ വിദ്യാർത്ഥികളെ അവർക്കൊരു വാണിംഗ് ആണ്.
അതാണ് സെൻസിറ്റൈസേഷൻ പ്രോഗ്രാമിൻ്റെ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഏതൊക്കെ നിയമങ്ങൾ എത്രത്തോളം കൂടി ഒരു ഫ്രഷേഴ്സിന് വേണ്ടി, ഒരു ജൂനിയറിന് വേണ്ടി, ജൂനിയറിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ആ സ്ഥാപനം ഒരുക്കിയിട്ടുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്താനും കൂടിയാണ്. അപ്പോൾ ഫ്രഷേഴ്സിനുള്ള ഒരു സുരക്ഷാബോധം, സീനിയേഴ്സിനുള്ള ഒരു വാണിംഗ്, ഇതാണ് പ്രധാനമായിട്ട്. പിന്നെ അതിൻ്റെ ലീഗൽ ആസ്പെക്ട്സ്, എന്തൊക്കെയാണ് ലീഗൽ ആസ്പെക്ട്, ഏതൊക്കെ ലോ അവിടെ അട്രാക്റ്റ് ചെയ്യും, എന്തൊക്കെയാണ് ശിക്ഷാവിധികൾ, എന്തൊക്കെയാണ് അതിൻ്റെ ബാക്കി ബാഡ് കോൺസിക്വൻസസ്, ഇതൊക്കെ ബോധവൽക്കരിക്കപ്പെടാനാണ് ഈ സെൻസിറ്റൈസേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. സർ, അതുപോലെ തന്നെ ആൻറ്റി റാഗിംഗ് ഹെൽപ്പ് ലൈനുകൾ നിർബന്ധമല്ലേ? ആ ഹെൽപ്പ് ലൈനിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്? UGC ഇപ്പോൾ ആൻറ്റി റാഗിംഗ് ഹെൽപ്പ് ലൈൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 1800-180-5522. ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം, 1800-180-5522 എന്നാണ് ആൻറ്റി റാഗിംഗ് ഹെൽപ്പ് ലൈൻ. ഈ ആൻറ്റി റാഗിംഗ് ഹെൽപ്പ് ലൈന് ഈ 24 hours അവൈലബിൾ ആയിരിക്കും. ഹെൽപ്പ് ലൈൻ അവൈലബിൾ ആവുന്ന സമയത്ത് ഒരു വിദ്യാർത്ഥി ആരോടും പറയാതെ തന്നെ ഡയറക്റ്റ് UGC അറിയിക്കുകയാണ് ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്. അത് സൈമൾട്ടേനിയസ്ലി റിലേറ്റ് ടു ദ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, കൺസേൺ പോലീസ് ഓഫീസർ, എല്ലാവർക്കും അത് റിലേ ചെയ്യപ്പെടുന്നു. അപ്പോൾ ആ സ്പോട്ടിൽ തന്നെ എല്ലാവരും ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞു. എന്ന് വെച്ചാൽ ഒരു FIR ഫയൽ ചെയ്യണമെങ്കിൽ നമുക്ക് ചില നടപടിക്രമങ്ങൾ അനുവർത്തിക്കേണ്ടതുണ്ട്. FIR എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടാണ്. ഫസ്റ്റ് ഈ കേസിൽ ഒരു ഒഫൻസ് നടന്നിട്ടുണ്ടെങ്കിൽ, ഒരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ, ഒരു റാഗിങ് നടന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഇൻഫർമേഷൻ ആ ഹെൽപ്പ് ലൈൻ തന്നെ നടന്നു. ഇപ്പോൾ പിന്നെ ആൻറ്റി റാഗിങ് എന്നൊരു വെബ്സൈറ്റ് പ്രത്യേകമുണ്ട്. അതുപോലെ ഹെൽപ്പ് ലൈൻ വേറെ ചില കാര്യങ്ങൾ UGC ഇപ്പോൾ നടപ്പാക്കിയിട്ടുണ്ട്. നമ്മുടെ പ്രേക്ഷകർ സാറ് പറഞ്ഞ ഈ നമ്പറുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 1800-180-5522. ഈ 2 നമ്പറുകളിൽ ഇപ്പോൾ വിദ്യാർത്ഥികൾ ചിലപ്പോൾ നേരിട്ട് ചെന്ന് പരാതിപ്പെടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നിങ്ങൾക്ക് വിളിച്ച് ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ നിങ്ങളുടെ മക്കളോട് പറയണം. അതുപോലെ കണ്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിനികൾ മനസ്സിലാക്കണം. 1800-180-5552 എന്ന് നിങ്ങൾ ഏതെങ്കിലും റാഗിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സംഭവം നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ വിളിച്ചറിയിക്കണം. അതുപോലെ സർ, ഈ റാഗിങ് നേരിട്ട ആൾ മാത്രമല്ലല്ലോ, ഇത് ആർക്ക് വേണമെങ്കിലും വിളിച്ചറിയിക്കാൻ പറ്റില്ലേ? യെസ്, ആർക്ക് വേണം ചെയ്യാം. ഇപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഒരു കോളേജിൽ റാഗിങ് നടന്നപ്പോൾ എൻ്റെ അനുഭവത്തിൽ കിട്ടിയ ഒരു സംഭവമാണ്. ആ റാഗിങ് അനുഭവിച്ച വിദ്യാർത്ഥിക്ക് പരാതിയില്ല, ആ വിദ്യാർത്ഥിയുടെ രക്ഷിതാവിന് പരാതിയില്ല, ആ കോളേജിൻ്റെ പ്രിൻസിപ്പളിന് പരാതിയില്ല. പക്ഷേ ആ സംഭവം നേരിട്ട് കണ്ട പൗരത്വബോധമുള്ള ഒരു ഓട്ടോ ഡ്രൈവർ പോലീസിനെ സമീപിക്കുകയും FIR ഫയൽ ചെയ്യുകയും ചെയ്തു. കേസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തി കേസ് അവസാനം അത് ജുഡീഷ്യൽ പ്രോസസ്സിലേക്ക് പോയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് ശരിക്കും നമ്മൾ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ പലപ്പോഴും നമ്മൾ ഇത്തരം കാര്യങ്ങളോട് ഉത്തരവാദിത്തമില്ലാതെ പെരുമാറുമ്പോൾ നമ്മുടെ കണ്ണു തുറപ്പിക്കേണ്ട ഒരു അനുഭവം കൂടിയാണ് സാർ. തീർച്ചയായും അതൊരു പൗരത്വബോധം. ആ പൗരത്വബോധം ബാക്കി എല്ലാ കാര്യം അതുമാനോടനുബന്ധിച്ച മാനവികതയും സഹതാപവും അനുതാപവും ഒക്കെ ഉണ്ടാക്കാനായിട്ട് കേരള സർക്കാർ ഇപ്പോൾ അതിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇന്നു മുതൽ 2 ആഴ്ചത്തെക്കാളും ഒരു ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. ഇന്ന് തന്നെ ടൈം ടേബിൾ അനുസരിച്ച് ഷെഡ്യൂൾ പ്രകാരം അവർ നടപ്പാക്കുകയാണ്. ഈ മാനവികതയുടെ ഒരു അഭാവമാണ് പലപ്പോഴും ഈ കുറ്റകൃത്യങ്ങളിലേക്ക് ഒരു വ്യക്തിയെ നയിക്കുന്നത്, വിദ്യാർത്ഥികളായാലും അല്ലെങ്കിലും. അപ്പോൾ നല്ലൊരു പൗരത്വബോധവും വ്യക്തിത്വബോധവും വ്യക്തിബന്ധങ്ങളുടെ ബോധവും ഒക്കെ ഉണ്ടാക്കാൻ സർക്കാരിൻ്റെ ഈ നടപടികൾ വളരെയധികം ശോഭനമാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഇപ്പോൾ മാതാപിതാക്കൾക്കാണെങ്കിലും നമുക്കോ നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ മാത്രം സംഭവിക്കുമ്പോഴല്ല, ഇത് ഏത് കുഞ്ഞിന് സംഭവിച്ചാലും അത് തിരുത്തപ്പെടേണ്ടതാണ്, ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്നുള്ളൊരു വിശാലമായ ആ ഒരു ബോധം നമ്മുടെ തലമുറയിൽ ഉണ്ടാവേണ്ടത് അനിവാര്യമല്ലേ? തീർച്ചയായും ഒരുപക്ഷെ മാനവികത നഷ്ടപ്പെടുന്നു എന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമൂഹത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പം അങ്ങനെയുള്ള സമൂഹത്തിൻ്റെ കണ്ണു തുറപ്പിക്കാനുള്ള പ്രവർത്തികളാണ് നമ്മുടെ ഭാഗത്തുനിന്നും എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാവേണ്ടത്, ഈ കുറ്റകൃത്യത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും. ഇപ്പോൾ സാർ ഒരു അനുഭവം പറഞ്ഞു, അതുപോലെ ഒരുപാട് റാഗിങ് ചെയ്ത കുട്ടികളെയും റാഗിങ് അനുഭവിച്ച കുട്ടികളെയും സാർ നേരിട്ട് കണ്ടിട്ടുണ്ടാവും, സംസാരിച്ചിട്ടുണ്ടാവും. അവരിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്ത് മാനസികാവസ്ഥയാണ് സാറിൻ്റെ നേരിട്ടുള്ള അനുഭവത്തിൽ അവരെ മുമ്പോട്ട് നയിക്കുന്നത്? റാഗിങ് വളരെ ക്രൂരമായ റാഗിങ് നേരിട്ട പല വിദ്യാർത്ഥികളും അവരുടെ ജീവിതം വളരെയധികം ഇരുട്ടിൽ തന്നെയാണ്. ഒരുപക്ഷെ ആ സംഭവങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ടും അറിഞ്ഞതും കൊണ്ടാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങളിലേക്കും പഠിത്തത്തിലേക്കും ഞാൻ നീങ്ങിയത്. ഒരു സംഭവം ഞാൻ ആദ്യമായി ഈ പ്രവർത്തനത്തിലേക്ക് ഗവേഷണത്തിലേക്ക് തിരിയാൻ ഒരു കാരണം, ഞാനൊരു വീട്ടിൽ ഒരു കാര്യത്തിന് പോയപ്പോൾ അവിടുന്ന് കോളിംഗ് ബെല്ലടിച്ചപ്പോൾ കോളിംഗ് ബെല്ല് തുറന്ന ഉടനെ എന്നെ സമീപിച്ചത് ആദ്യം മൊബൈൽ ഫോണായിരുന്നു, പിന്നീട് റിമോട്ട് കൺട്രോളായിരുന്നു, പിന്നെ പൗഡർ ടിന്നായിരുന്നു. അങ്ങനെ ആ വീട്ടിലെ ഓരോ വസ്തുക്കളും എൻ്റെ നേരെ ചീറിപ്പാഞ്ഞു വന്നു.
പക്ഷേ അത് 10 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴാണ് അതിന് പിന്നിലുള്ള വ്യക്തിയെ ഞാൻ മനസ്സിലാക്കിയത്. ആ വ്യക്തി 12ാം ക്ലാസ്സിൽ +2 നല്ല വിജയം നേടി അവസാനം ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രവേശനം നേടി. ആ എഞ്ചിനീയറിംഗ് കോളേജിലെ റാഗിങ്ങിന് ശേഷം ഈ രീതിയിലാണ് ആ വ്യക്തി ഒരു ന്യൂ കമ്മറെ ഫേസ് ചെയ്യുന്നത്. കുറച്ചും കൂടി സംസാരിച്ച് പരിചയമാകുമ്പോൾ നന്നായ രീതിയിൽ സംസാരിക്കും, എങ്കിലും ആദ്യം ഒരാളെ സമീപിക്കുന്ന ഇത് വെച്ച് ഒരു അക്രമവാസനയാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥി ഒരുപാടുണ്ട്. 17 വർഷം കോമ സ്റ്റേജിൽ നിന്നിട്ട് അവസാനം 18ാമത്തെ വർഷത്തിൽ മരണം പോകിയ അനുഭവങ്ങളും എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ റാഗിങ് പിന്നെ സമകാലീന സംഭവങ്ങൾ ഒരുപാട് കേരളം കാണുന്നുണ്ട്. വളരെ ക്രൂരമായ രീതിയിൽ തന്നെ ആത്മഹത്യയിലേക്ക് നയിച്ചിട്ടുണ്ട്, മരണം സംഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടാകുമ്പോഴും റാഗിങ് ക്രൂരമായി അനുഭവിച്ച ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ആ കൊലപാതകം വരുന്ന ആ രീതിയിൽ റാഗിങ് ക്രൂരമായി അനുഭവിച്ചവരുടെ ജീവിതം തീർച്ചയായും നഷ്ടപ്പെടുന്നു. പക്ഷേ അതോടൊപ്പം അനുഭവിച്ചവരുടെ കുടുംബം പോയി, ചെയ്തവരുടെ കുടുംബം ടാർണിഷായി. പക്ഷേ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടവർ വളരെ റെയറാണ്. പക്ഷേ അത് ചിലപ്പോൾ മൈൽഡാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു മെൻ്റൽ കാലിബർ കൂടുതലുള്ള കുട്ടികൾ ചിലപ്പോൾ അനുഭവിച്ച് രക്ഷപ്പെട്ട് കാണാം. പക്ഷേ അതിന് ചിലപ്പോൾ കൗൺസിലിംഗ് നല്ലൊരു മാർഗ്ഗമാണ്. ആ കൗൺസിലിങ്ങിൽ കൂടി തന്നെ ഒരുപാട് ആൾക്കാരെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് പറ്റും. സാർ ഇപ്പോൾ പറഞ്ഞത് വളരെയധികം ഇപ്പോൾ നമ്മുടെ മനസ്സിൽ നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. സാർ പറഞ്ഞ് ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ശ്രദ്ധിക്കണം, നമ്മുടെ കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഒരു വീഴ്ച അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റാത്ത മൂലം എത്ര ജീവിതങ്ങളാണ് തകർന്നു പോകുന്നത്. അത് മനസ്സിലാക്കിയ ഒരു ബോധവൽക്കരണം നമ്മൾ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ അത് കൊണ്ടുവരാനും, അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒക്കെ തലപ്പത്തിരിക്കുന്നവർക്ക് അത് ചെയ്യാൻ സാധിക്കണം. ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി സംസാരിക്കാനുണ്ട്. അതിനു മുമ്പ് മറ്റൊരു ഇടവേളയാണ്. സാമൂഹ്യ പാഠത്തിൽ ഇനി മറ്റൊരു ഇടവേള. ഒരു കാലത്തിന്റെ കഥ പറഞ്ഞത് ആകാശവാണി, പിന്നെ വന്നു എന്റർടൈൻമെന്റിൻ റെവല്യൂഷൻ. നാട്ടിലങ്ങും ഇങ്ങുമെല്ലാം ദൂരദർശൻ. മാറിയില്ല കഥയൊട്ട്, മാറുന്നുണ്ട് സ്റ്റൈൽ മറ്റും. നമ്മൾ കേട്ട കഥ അതു തന്നെ, കണ്ട കഥ അതു തന്നെ, ഇനിമേൽ പറയും ഡിജിറ്റൽ. Download Waves OTT app now and watch for free. സാമൂഹ്യ പാഠത്തിലേക്ക് വീണ്ടും സ്വാഗതം. വളരെ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സാമൂഹ്യ പാഠത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, റാഗിങ്ങും അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളും. സാർ, ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു മാനസികാവസ്ഥയെക്കുറിച്ച് പറയേണ്ടായിരുന്നു. ഇപ്പോൾ പത്രം വായിക്കുമ്പോൾ, വാർത്തകൾ വായിക്കുമ്പോൾ പല ദിവസം ഉറങ്ങാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇതിൽ പ്രതിരോധിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇതിൻ്റെ ശിക്ഷ. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇന്ന് ബാധകമായ നിയമങ്ങളനുസരിച്ച് സാർ ഇപ്പോൾ നേരത്തെ പറഞ്ഞു, ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇൻറ്റേർണൽ എൻക്വയറി നടത്തി ചെയ്യുന്ന പല ശിക്ഷാവിധികളുണ്ട്. അതുപോലെ പൊതുവെ ഏതൊക്കെ തരത്തിലുള്ള ശിക്ഷാവിധികളാണ് ഇതിനുള്ളത്? അത് ചെറുത് തൊട്ട് വലുത് വരെയുള്ളത്. താങ്കൾ അവസാനം ഉപയോഗിച്ച വാക്ക് ചെറുത് തൊട്ട് വലുതും വരെ എന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ 6 മാസത്തെ തടവ് മുതൽ ജീവപര്യന്തം തടവ് വരെ കിട്ടാവുന്ന ശിക്ഷകൾ ഇതിന് അനുവദനീയമായിട്ടുണ്ട്. ശിക്ഷ എന്ന് പറയുമ്പോൾ ശിക്ഷ കൊണ്ട് മാത്രം ഒരു പ്രവൃത്തി ഇല്ലാതാക്കാൻ പറ്റില്ല. 1860 ഇന്ത്യൻ പീനൽ കോഡ് മെക്കാളെ പബിൾ ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ 1860 ശേഷം 2025 വരെ എത്ര കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. കൊലപാതകങ്ങൾ അന്നേ നിയമം മൂലം നിരോധിച്ചു, അതിന് പണിഷ്മെൻ്റ് ഏർപ്പെടുത്തിയതുകൊണ്ട് മാത്രം കാര്യമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ പണിഷ്മെൻറ്റ് ഒരു സെക്കൻഡറി ആസ്പെക്റ്റിലുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറഞ്ഞില്ല. കാരണം തിയറീസ് ഓഫ് പണിഷ്മെൻറ്റ് 4 തരത്തിലുള്ള ആസ്പെക്റ്റാണ് അതിനകത്തുണ്ട്. അപ്പോൾ ഒരു പണിഷ്മെൻ്റ് ഒരാൾക്ക് കൊടുക്കുമ്പോൾ അതൊരു സ്റ്റിഗ്മാറ്റിക് എഫക്റ്റ് ഉണ്ട്, അതൊരു ഡിറ്ററിങ് എഫക്റ്റ് ഉണ്ട്. എന്നുവെച്ചാൽ ആ സമൂഹത്തെ ഒരുപക്ഷെ ആ രീതിയിൽ ചിന്തിക്കാവുന്ന ആൾക്കാരെ പേടിപ്പിക്കുന്നൊരിതാണ്. എത്രമാത്രം ആ ഡിറ്ററൻസ് പലപ്പോഴും പ്രാവർത്തികമാകുന്നുണ്ട് സാർ? ആ ഡിറ്ററൻസ് പ്രാവർത്തികമാകുന്നത് ഞാൻ പറഞ്ഞത് നേരത്തെ ഞാൻ പറഞ്ഞ മെൻ്റൽ കാലിബറായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ സാഡിസ്റ്റിക് പ്ലഷർ അനുഭവിക്കുന്ന ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. കാരണം എത്ര തന്നെ ഡിറ്ററൻറ്റ് പണിഷ്മെൻ്റ് ഉണ്ടായാലും, എത്ര തന്നെ ഗ്രൈവ് പണിഷ്മെൻ്റ് ഉണ്ടായാലും അവരതൊന്നും പിന്മാറില്ല. ദേ കനോട്ട് ബി കറക്റ്റഡ്. പക്ഷേ സാധാരണ ജനങ്ങൾക്ക് ഒരു പക്ഷേ ഞാനൊരു പിയർ പ്രഷറിൻ്റെ ഭാഗമായ ഒരു സമൂഹത്തിൻ്റെ വിദ്യാർത്ഥി ഗ്രൂപ്പിൻ്റെ ഭാഗമായ റാഗിങ്ങിൽ ഏർപ്പെട്ടാൽ എനിക്ക് ഇത്ര തരത്തിലുള്ള ശിക്ഷകൾ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന സമയത്ത് നമുക്കൊരു ഡിറ്ററൻസാണ്. അതാണ് ഡിറ്ററൻസ് അവിടെ എഫക്റ്റ് ചെയ്യുക.
പിന്നെ റിഫോർമേറ്റീവ് തിയറി എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ആ ശിക്ഷയിൽ അനുഭവിച്ച് ജയിലിൽ അകത്തു പോയാൽ ഉണ്ടാകുന്ന റിഫോർമേഷൻ, ആ റിഫോർമേഷനിലേക്ക് നമുക്ക് ഇപ്പോൾ പോകേണ്ടതില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വിദ്യാർത്ഥി സമൂഹം എങ്ങനെയായാലും നമ്മൾ ചേർത്ത് പിടിക്കേണ്ട ഒരു സമൂഹമാണ്. വലിയൊരു സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ടാണ് ഓരോ വിദ്യാർത്ഥിയും കലാലയങ്ങളിലേക്ക് കടന്നു വരുന്നത്. പക്ഷേ ആ സമയത്ത് ഈ ശിക്ഷാവിധികൾ ഉണ്ടാവാനും അതിന് കാരണമായ പ്രവൃത്തികൾ ഇല്ലാതാക്കാനും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ സ്കൂൾ അല്ലെങ്കിൽ കോളേജ് അധികൃതർക്കുണ്ട്, സമൂഹത്തിനുമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആൻറ്റി റാഗിംഗ് കമ്മിറ്റിയിലെ എല്ലാ അംഗങ്ങളും സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണ്. സമൂഹത്തിൻ്റെ ഓരോ ആൾക്കാർക്കും അങ്ങനെയുള്ള കുറ്റകൃത്യം ഇല്ലാതാക്കാൻ ശ്രമിക്കാനുള്ള ഒരു ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ കുറ്റകൃത്യം അവിടെ ഇല്ല എങ്കിൽ പണിഷ്മെൻറ്റിൻ്റെ പ്രശ്നം വരുന്നില്ല. പക്ഷേ പണിഷ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 6 തരത്തിലുള്ള പണിഷ്മെൻറ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് പണിഷ്മെൻ്റ് എന്ന രീതിയിലുണ്ട്, സസ്പെൻഷൻ, എക്സ്പെൽഷൻ മുതലായവ. അതുകൂടാതെ ഓരോ പണിഷ്മെൻറ്റും നേരത്തെ ഞാൻ പറഞ്ഞു അത് IPC അല്ലെ BNS അട്രാക്റ്റ് ചെയ്യുന്ന ചില സെക്ഷൻസ് വരും. ആ സെക്ഷൻസ് മീൻസ് അതിൽ ക്രിമിനൽ എലമെൻറ്റ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് എന്ന് ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷന് സ്ഥാപന മേധാവിക്ക് തോന്നുകയാണെങ്കിൽ അത് പോലീസ് ഇൻവെസ്റ്റിഗേഷന് ഇവിടുന്ന് ഫോർവേഡ് ചെയ്യുന്നതായിരിക്കും. ആ പോലീസ് ഇൻവെസ്റ്റിഗേഷന് ഫോർവേഡ് ചെയ്തിട്ട് FIR രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഏതൊക്കെ ഒഫൻസ് അതിൽ അട്രാക്റ്റ് ചെയ്യും എന്നതനുസരിച്ച് അവർ FIR ഇടുകയും ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയും ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യുകയും ചെയ്യും. അതിനുശേഷമാണ് ട്രയൽ ആരംഭിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഏതൊക്കെ ഒഫൻസാണ്, ഇപ്പോൾ ഒരു വിദ്യാർത്ഥി വരുമ്പോൾ തടഞ്ഞു നിർത്തി 4 അശ്ലീല സംഭാഷണം നടത്തുക. അപ്പോൾ അശ്ലീല സംഭാഷണത്തിൻ്റെ ആ ഒരു ഒബ്സീൻ ലാംഗ്വേജിൻ്റെ ഒരു സെക്ഷൻ അവിടെ അട്രാക്റ്റ് ചെയ്തു. റോങ്ഫുൾ റിസ്ട്രെയിൻറ്റിൻ്റെയും റോങ്ഫുൾ കൺഫൈൻമെൻറ്റിൻ്റെയും ഒരു സെക്ഷൻ അവിടെ അട്രാക്റ്റ് ചെയ്തു. അപ്പോൾ അതിന് BNS അനുശാസിക്കുന്ന ശിക്ഷാവിധികൾ അവിടെ ലഭ്യമായിരിക്കും. അതുകൂടാതെ ഒരുപക്ഷെ ശാരീരികമായി എന്തെങ്കിലും ആക്രമിക്കുകയാണെങ്കിൽ, അപ്പോൾ ഹേർട്ട്, ഒരു മുറിവ് അല്ലെങ്കിൽ ഒരു വേദന ഏൽപ്പിക്കുകയാണ്, അതിന് BNS അനുശാസിക്കുന്ന ശിക്ഷകൾ അത് 3 വർഷം മുതൽ 7 വർഷം വരെയുണ്ട്. നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ ഈ സമകാലീന പത്രമാധ്യമങ്ങൾ നമുക്ക് കൊലപാതകങ്ങൾ നടന്നവരെ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിപ്പോൾ കോടതിയിലുള്ള ആയതുകൊണ്ട് അതേക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നില്ല. ഒരു പക്ഷേ ഒരു റാഗിങ് ഇൻസിഡൻറ്റിൻ്റെ ഭാഗമായി ഒരു കൊലപാതകം നടക്കുകയാണെങ്കിൽ അവിടെ 302 IPC എന്നുള്ള ഒഫൻസ് അവിടെ അട്രാക്റ്റ് ചെയ്തു. അപ്പോൾ അതിന് ജീവപര്യന്തം തടവും റയറസ്റ്റ് ഓഫ് റയർ കേസിൽ പെനാൽറ്റിയും കിട്ടാം. അതിലൊന്നും പോവാതിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് അങ്ങനെ ശുഭപ്രതീക്ഷയോട് നമുക്ക് കൈകാര്യം ചെയ്യാം. അത്തരം സംഭവങ്ങൾ നമ്മുടെ പുതിയ തലമുറയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതുപോലെ സാർ പറഞ്ഞ ഇൻറ്റേർണൽ ആയിട്ടുള്ളത് അതൊന്നുകൂടി ഒന്ന് ചുരുക്കത്തിൽ പറയുമോ? ഇൻറ്റേർണൽ എൻക്വയറിക്ക് ശേഷം അപ്പോൾ കുട്ടികളെ സസ്പെൻഡ് ചെയ്യുക, അങ്ങനെയുള്ള നടപടിക്രമങ്ങൾ. ഇൻറ്റേർണൽ എൻക്വയറി പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇൻറ്റേർണൽ എൻക്വയറി നടത്താതെ ഓൺ ദ സ്പോട്ട് അത് പോലീസിലേക്ക് ഫോർവേഡ് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ പോലീസ് ഇവരെ കൈകാര്യം ചെയ്യുന്നത് ഹാർഡ് കോർ ക്രിമിനൽസിൻ്റെ കൂടെ ആവാം എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. അല്ല, ഞാൻ പറഞ്ഞു തരട്ടെ, അങ്ങനെ ആവാം എന്ന് മാത്രമേ. അങ്ങനെയുള്ള സ്ഥിതി ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇൻറ്റേർണൽ എൻക്വയറി. പോലീസിലേക്ക് വിട്ടുകൊടുക്കാതെ, പുറത്തേക്ക് വിട്ടുകൊടുക്കാതെ അവിടുന്ന് തന്നെ സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ. പക്ഷേ ക്രിമിനൽ എലിമെൻറ്റ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദാറ്റ് വിൽ ഗോ ടു ദ പോലീസ്. ഇപ്പോൾ ആർക്കെങ്കിലും ഈ കമ്മിറ്റിയിലെ അംഗങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പരാതി ഉണ്ടാവുന്നു, അതായത് ഇന്റേണൽ എൻക്വയറി നടത്തി ഇത് പോലീസിലേക്ക് വിട്ടുകൊടുക്കേണ്ടിയിരുന്നു എന്നൊരു പരാതി ഏതെങ്കിലും ഒരു അംഗത്തിനുണ്ടായാൽ അതിലുള്ള നടപടിക്രമം എന്താണ്? അത് സാധാരണ ഒരു യോഗത്തിലെ ഒരു കമ്മിറ്റി ചേർന്നുണ്ടാകുന്ന നടപടിക്രമം തന്നെയാണ്. അതിൽ മിനിറ്റ് രേഖപ്പെടുത്തുക, അതിന് കളക്റ്റീവായ ഡിസിഷൻ ഉണ്ടാക്കുക. അത് ക്രിമിനൽ എലമെൻ്റ് ഉണ്ട്, ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് എന്ന് കമ്മിറ്റിയിലെ മറ്റംഗങ്ങൾക്കും കൂടി ബോധ്യപ്പെടുകയാണെങ്കിൽ അത് പോലീസിലേക്ക് ഫോർവേഡ് ചെയ്യേണ്ടതാണ്. അത് സ്ഥാപനത്തിൻ്റെ മേലധികാരിയാണോ അതിലൊരു ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ടത്? സ്ഥാപനത്തിൻ്റെ മേലധികാരിക്ക് വളരെ ക്രൂഷ്യലായ റോള് നമ്മൾ കേരളത്തിലെ ആക്ട് കാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ UGC റെഗുലേഷനും ആ സ്ഥാപന മേധാവിക്കാണ് അതിൻ്റെ പ്രൈം റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നത്. അതിനെതിരായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. എങ്കിലും അറ്റ് പ്രസൻറ്റ് ഇപ്പോഴുള്ള നിയമം അനുസരിച്ച് സ്ഥാപന മേധാവിക്കാണ്. അപ്പോൾ ഇത് ആൻറ്റി റാഗിംഗ് കമ്മിറ്റി ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആൻഡ് ഹെഡഡ് ബൈ ദ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം അതിൻ്റെ തലവനാണ്. അപ്പോൾ അത് ഫോർവേഡ് ചെയ്യുന്നതും ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതും അദ്ദേഹമാണ്. ഇപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഇപ്പോൾ ഒരു പരാതിയോട് വേണ്ട രീതിയിൽ നിയമപരമായി ആരോഗ്യപരമായി സ്ഥാപനത്തിൻ്റെ മേധാവി പ്രതികരിച്ചില്ലെങ്കിൽ ആ വ്യക്തിക്കുള്ള ശിക്ഷ എന്തെങ്കിലും ഉണ്ടോ? ഒരു മിനിറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയൊരു കാര്യം പറയാൻ വിട്ടുപോയി. ആ സ്ഥാപന മേധാവിയോ അദ്ദേഹം ഏൽപ്പിക്കുന്ന ആൾക്കോ പോലീസിലേക്ക് ഫോർവേഡ് ചെയ്യും. അതൊന്നാണ്. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചത്, അതായത് സ്ഥാപന മേധാവിക്ക് എന്തെങ്കിലും ശിക്ഷ ചെയ്യേണ്ടോ? അതിൽ കേരള പ്രൊഹിബിഷൻ ഓഫ് റാഗിംഗ് ആക്ടിൽ അബറ്റ്മെൻറ്റ് എന്നൊരു സെക്ഷൻ ഉണ്ട്. അബറ്റ്മെൻറ്റ്. അപ്പോൾ എന്തെങ്കിലും ലാച്ചസ് ആ കുറ്റകൃത്യം, ആ റാഗിംഗ് കേസ് നിയമ നടപടിക്ക് മുമ്പാകെ കൊണ്ടുവരുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അബറ്റ്മെൻറ്റ്, IPCയിൽ അബറ്റ്മെൻറ്റ് ഡെഫിനിഷൻ ഉണ്ട്, BNSലുണ്ട്. അതുപോലെ തന്നെ ആ അബറ്റ്മെൻറ്റ് എന്ന സെക്ഷൻ ഉപയോഗിച്ച് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള നിയമം വെച്ചിട്ട് ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷനും അതിന് റോളുണ്ട്.
ആരാണോ കുറ്റകൃത്യം ചെയ്തത് അതേ ഗ്രാവിറ്റി തന്നെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട്. അതാണ് കേരള പ്രൊവിഷൻ ഓഫ് റാഗിംഗ് ആക്ട് പറയുന്നത്. അതുപോലെ തന്നെ ഈ കുറ്റകൃത്യം കണ്ടിട്ട് ഇപ്പം നമ്മളിപ്പോൾ പോക്സോ കേസിലൊക്കെ ആണെങ്കിൽ പോക്സോ ആക്റ്റൊക്കെ അനുസരിച്ച് കുറ്റകൃത്യം കണ്ടിട്ട് നമ്മളത് റിപ്പോർട്ട് ചെയ്യാതെ ഇരിക്കുന്നതും നമ്മുടെ ഭാഗത്തൊരു വലിയ വീഴ്ചയല്ലേ? അതുപോലെ റാഗിങ്ങിൻ്റെ കാര്യത്തിലും ഈ കുറ്റകൃത്യം കണ്ടിട്ട് അതിനോടൊരു നിർമ്മമതയോടുകൂടി അതിനോട് പ്രതികരിക്കുന്നില്ല, റിപ്പോർട്ട് ചെയ്യുന്നില്ല, അങ്ങനെയുള്ള സാഹചര്യത്തിൽ അങ്ങനെയുള്ളവരുടെ സ്പേസ് എന്താണ്? അത് ഏത് കുറ്റവും പ്രോപ്പർലി റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നത് ഒരു കുറ്റം തന്നെയാണ്. അത് റാഗിംഗ് ആയാലും പോക്സോയിലായാലും ഏതിലായാലും ഒരു കുറ്റകൃത്യം കണ്ട റിപ്പോർട്ട് ചെയ്യാൻ ഒരു പൗരബോധമുള്ള ധാർമ്മിക ബോധമുള്ള ഒരു പൗരന് ഉത്തരവാദിത്തമുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ കാര്യം. അദ്ദേഹം അതിൽ ഇൻവോൾവ്ഡ് അല്ല, പക്ഷേ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഹി സെറ്റ് ദ ക്രിമിനൽ ലോ ഇൻ മോഷൻ. അപ്പോൾ ക്രിമിനൽ ലോ അവിടെ നടപ്പാവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനും കൂടി സമൂഹത്തിലെ പൗരന്മാർ എന്ന് പറയുന്ന ഓരോ വിഭാഗത്തിനും ഇതിൽ ഉത്തരവാദിത്തമുണ്ട്. അവരത് റിപ്പോർട്ട് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അഡ്മിഷന് മുമ്പുള്ള പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും റിപ്പോർട്ടർ കേസസ് ഒന്നും പണിഷ് ചെയ്യാതെ വിടില്ല എന്ന ഒരു ഡിക്ലറേഷൻ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. സോ നമ്മൾ ഈ സംഭാഷണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്കാകുമ്പോൾ 2 ചോദ്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, ഇപ്പം നമ്മൾ നവമാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയയ്ക്കൊക്കെ സൈബർ ലോകം വളരെ പ്രചാരമുള്ള ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ ഒരു സ്വാധീനം ഈ റാഗിങ് ആക്ടിവിറ്റീസിലുണ്ടോ? ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ നിയമങ്ങളിൽ എന്തെങ്കിലും ഒരു മാറ്റം വരണമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? തീർച്ചയായും നല്ലൊരു ചോദ്യമാണ്. നേരത്തെ ചോദിച്ച പ്രേക്ഷകൻ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചിരുന്നു. അതായത് ഇപ്പോൾ ഈ മയക്കുമരുന്നിൻ്റെ സ്വാധീനം കൂടി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നിയമം കേരളത്തിലാണെങ്കിൽ 98 പ്രൊവിഷൻ ഓഫ് റാഗിംഗ് ആക്ട് ഇൻ കേരളയാണ്, UGC റെഗുലേഷൻ 2009 ആണ്. അപ്പോൾ അതിനുശേഷമാണ് ഈ നവമാധ്യമങ്ങളുടെ സ്വാധീനം കുറച്ചുകൂടി നമ്മുടെ സമൂഹത്തിൽ വന്നത്. അപ്പോൾ നിയമം എന്ന് പറയുന്നത് കാലത്തിനനുസരിച്ചും ദേശത്തിനനുസരിച്ചും മാറ്റമുണ്ടാകുന്നതാണ്. അപ്പോൾ കാലം മാറിയിരിക്കുന്നു. 2009 നമ്മൾ മാറിയിരിക്കുന്നു, 98 നമ്മൾ മാറിയിരിക്കുന്നു. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ വഴിയുള്ള അതുമായി ബന്ധപ്പെട്ടൊരു സെക്ഷൻ ഈ റെഗുലേഷനിൽ ഇപ്പോൾ അവൈലബിൾ അല്ല. എങ്കിലും അത് ഉൾപ്പെടുത്താനുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് തീർച്ചയായും ഉണ്ടാവും. കാരണം ഈ ഒരു കാലത്ത് അത് നിർബന്ധമാണ് എന്നുകൂടി ഞാൻ മനസ്സിലാക്കുന്നു. സർ, ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റാഗിങ് നടന്നു കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതുപോലെയാണ്, ജീവിതം തന്നെ തകർത്ത് കളയാവുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിനെ തടയുക എന്നുള്ളതാണ്, പ്രിവെൻഷൻ. സാറിന് നമ്മുടെ പ്രേക്ഷകരോട്, ഇന്നത്തെ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളോടും വിദ്യാർത്ഥിനികളോടുമൊക്കെ പ്രിവെൻഷന് വേണ്ടി ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നൊന്ന് ചുരുക്കി പറയാമോ? സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇനി രക്ഷിതാക്കൾക്കുള്ള ഉത്തരവാദിത്വം. ഒരു കുട്ടിയെ ഒരു വിദ്യാലയത്തിൽ, സ്കൂളിലാണെങ്കിലും കോളേജിലായാലും ചേർത്ത് കഴിഞ്ഞാൽ ആ കോളേജിലെ അധ്യാപകരുമായും, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഓരോ ജൂനിയർ വിദ്യാർത്ഥിയും ഒരു ഫാക്കൽറ്റി മെമ്പറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹവുമായും നിരന്തരം സമ്പർക്കം പുലർത്തിക്കൊണ്ടിരിക്കുക. ഒരുപക്ഷെ അടുത്തായിരിക്കില്ല താമസം. ഒരാൾ കാസർഗോഡ് പഠിക്കുമ്പോൾ തിരുവനന്തപുരത്തായിരിക്കും രക്ഷിതാവ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ ടെലിഫോൺ വഴിയും പീരിയോഡിക്കായിട്ടുള്ള കോൺവെർസേഷൻ, ഒരു കണക്ഷൻ നിലനിർത്തുക. പറ്റുമെങ്കിൽ പീരിയോഡിക്കായിട്ട് ഒരു വിസിറ്റ് ആ സ്ഥാപനത്തിലേക്ക് നടത്തുക. അതുപോലെ തന്നെ ആൻറ്റി റാഗിംഗ് കമ്മിറ്റി, ആൻറ്റി റാഗിംഗ് സ്ക്വാഡ്, ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫാക്കൽറ്റി മെമ്പേഴ്സ്. ആൻറ്റി റാഗിംഗ് കമ്മിറ്റി, ആൻറ്റി റാഗിംഗ് സ്ക്വാഡ്, ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫാക്കൽറ്റി മെമ്പേഴ്സ്, ഇവരുടെയൊക്കെ നമ്പർ ഒരു രക്ഷിതാവ് സൂക്ഷിച്ചു വെക്കുക. ഇൻ കേസ് എന്തെങ്കിലും ഒരു ഡിസ്ട്രസ് വരികയാണെങ്കിൽ അത് അവരുമായി ബന്ധപ്പെടാവുന്നതാണ്. തീർച്ചയായിട്ടും സാർ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടതാണ്. മാതാപിതാക്കളുടെ മാത്രമല്ല നമ്മുടെ സമൂഹത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തമാണ് റാഗിംഗ് എന്ന് പറയുന്ന വലിയ ഒരു വിപത്തിൽ നിന്നും നമ്മുടെ പുതിയ തലമുറയെ, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ രക്ഷിക്കേണ്ടത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണയുണ്ടാകുക, റാഗിങ്ങിനെതിരെ ലഭ്യമായ നിയമപരിരക്ഷയെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണയുണ്ടാക്കുവാൻ ഇന്നത്തെ സാമൂഹ്യ പാഠത്തിലൂടെ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഈ ആൻറ്റി റാഗിംഗ് ഹെൽപ്പ് ലൈനും ഇന്ന് ലഭ്യമായ വിവരങ്ങളും ഉപയോഗിച്ച് ഇതിനെതിരെ ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ വ്യക്തികൾ എന്ന നിലയിൽ, പൗരരെന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഇന്നത്തെ സാമൂഹ്യ പാഠം ഇവിടെ പൂർണ്ണമാകുന്നു. സാമൂഹ്യ പാഠത്തിൽ അതിഥിയായതിന് നന്ദി. നമസ്കാരം.